that passport. ഓക്കെ passport മാം. ഞാൻ anyway thank you sir, thank you. ഓക്കെ, അപ്പോ നമുക്ക് ഒരുവിധം കുറച്ച് ആൾക്കാർ വന്ന് കുറച്ച് പേരിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സെഷനിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 25 hours ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഫോർ കരിയർ കൗൺസിലേഴ്സിന്റെ 24ാമത്തെ ക്ലാസ്. നമ്മൾ വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ 26ാമത്തെ വീഡിയോ എന്ന് പറയാം. കാരണം നമുക്ക് ഇടയ്ക്ക് 1-2 വീഡിയോകൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ നോക്കുമ്പോൾ 26ാമത്തെ വീഡിയോ ആയിരിക്കും. പക്ഷേ ഇതാണ് 24ാമത്തെ ക്ലാസ്. ഓക്കെ, ഇനി ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ വാഗ്ദാനം ചെയ്ത 25 മണിക്കൂർ ഓൺലൈൻ ക്ലാസ് പൂർത്തിയാകുക. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ, എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കും കൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാർ നല്ല ടോപ്പിക്കാണ്, ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഈ റമദാൻ ടൈം ആയതുകൊണ്ടും പള്ളിയിൽ പോകാനുള്ളത് കൊണ്ടൊക്കെ ഇത് കുറച്ച് നേരത്തെ സാർ കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് അവസാനിപ്പിച്ചാൽ നന്നായിരിക്കും എന്ന് കുറെ പേര് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഒന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് കാര്യങ്ങൾ, ഒരു കരിയർ കൗൺസിലറിന് എങ്ങനെയൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അവർക്കുള്ള ഇൻകം സോഴ്സസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈ പരിമിതമായ സമയം ഉപയോഗിച്ചുകൊണ്ട് വളരെ മിതമായ ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ റഷ് ചെയ്ത് പോവാൻ മാത്രമേ ഇപ്പൊ നമുക്ക് സമയമുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ആ ഒരു 13ാമത്തെ ആ പ്രോഗ്രാമിൽ നമ്മുടെ ബ്രിജേഷ് സാറ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒരു 5 കാര്യങ്ങൾ പുള്ളി പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സെഷൻ പുള്ളിയുടെ സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരു 10ഓളം ഐഡിയാസ്, അതായത് 10ഓളം മാർഗങ്ങളിലൂടെ എങ്ങനെയൊക്കെ നമ്മുടെ കരിയർ കൗൺസിലേഴ്സിന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ വളരെ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. പറ്റുമെങ്കിൽ നോട്ട്സ് എടുക്കാൻ പറ്റുമെങ്കിൽ നോട്ട്സ് എടുക്കുക. പിന്നെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ എന്നോട് ചോദിച്ചോളുക. മാത്രമല്ല, ഇപ്പൊ പുതിയതായിട്ട് നമ്മുടെ 13th പ്രോഗ്രാമിനെ കുറിച്ച് അറിവില്ലാത്ത ആരെങ്കിലും ഇപ്പൊ ഈ ക്ലാസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പ്രത്യേകം പറയാണ്, ഈ ക്ലാസ്സിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഏപ്രിൽ 13-ാം തീയതി കൊച്ചിയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ ഡോക്ടർ ബ്രിജേഷ് ജോർജ് ജോൺ, ഏകദേശം 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ മാത്രമുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, കരിയർ കൗൺസിലർ ആണ്. അദ്ദേഹത്തിന് ഒരു എക്സ്ക്ലൂസീവ് സെഷൻ ഉണ്ടായിരിക്കും മധുഭാസ്കർ സാറിന്റെ സെഷന് പുറമെ. ആ സെഷനിൽ അദ്ദേഹം ഈ റവന്യൂ ജനറേഷൻ മോഡൽസിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്. മാത്രമല്ല, ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം തോന്നുന്ന പക്ഷം ഈ റവന്യൂ ജനറേഷൻ ഫോർ കരിയർ കൗൺസിലേഴ്സ് എന്നുള്ള ഒരു വിഷയം മാത്രം വെച്ചുകൊണ്ട് നമ്മളൊരു റെസിഡൻഷ്യൽ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വെന്യൂവും കാരണമൊക്കെ നമ്മൾ പിന്നെ അറിയിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ചൂടുള്ള സമയമാണ്, ചൂട് കാലമാണ്. അപ്പോ വളരെ പ്രശാന്ത സുന്ദരമായ തണുപ്പേറിയ ഒരു കുന്നിൻപുറത്ത് ഒരു മലഞ്ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജിൽ വെച്ചിട്ട് അവിടുത്തെ ആ തണുപ്പൊക്കെ കൊണ്ട് നമ്മൾ 2 ദിവസത്തെ പ്രോഗ്രാം ആയിട്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം വരെ നമ്മുടെ ക്ലാസ്, അത് കഴിഞ്ഞാൽ വൈകുന്നേരം ക്യാമ്പ് ഫയറും എന്റർടൈൻമെന്റും മറ്റു കാര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് കുറെ ആയിട്ട് പോകും. പിറ്റേ ദിവസം വീണ്ടും ക്ലാസ്, ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം ക്ലാസ് കൂടി കഴിഞ്ഞ് 2 ദിവസത്തെ പ്രോഗ്രാം ആയിട്ട് വരുന്നവരെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കരിയർ കൗൺസിലേഴ്സ് എന്ന നിലയ്ക്ക് എല്ലാവരും വളരെ കോൺഫിഡൻസ് കൂട്ടി നല്ല ഒരു ഐഡിയ കിട്ടി, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നൊരു ഐഡിയ കിട്ടുന്ന രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനൊരു മുന്നോടിയായിട്ട് അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് വിളിക്കുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ കുറെ മെമ്പേഴ്സ്, കരിയർ കൗൺസിലേഴ്സ് ക്ലബ് മെമ്പേഴ്സ് ഒരുപാട് പേര് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാണ്, ഈ വരുന്ന മെയ് ഫസ്റ്റ് വീക്കില് നമ്മുടെ തന്നെ ഒരു പ്രോഗ്രാം, നമ്മളും വേറെ ഒരു ഓർഗനൈസേഷൻ കൂടി ചേർന്നിട്ട്, കരിയർ കൗൺസിലേഴ്സ് ക്ലബ് ഇൻ അസോസിയേഷൻ വിത്ത് അനദർ വൺ ഓർഗനൈസേഷൻ ഈസ് ഗോയിങ് ടു കണ്ടക്ട് എ പ്രോഗ്രാം ഇൻ കണ്ണൂർ വെച്ചിട്ട് ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കരിയർ കൗൺസിലേഴ്സ് മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഈ ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ
നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ കഴിവുള്ള, കരിയർ സംബന്ധമായിട്ട് ക്ലാസ് എടുക്കാൻ കഴിവുള്ള 3 പേർക്ക് അവിടെ ക്ലാസ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം അവിടെ ഫുൾ ഡേ പ്രോഗ്രാം ആണ്. രാവിലെ ബ്രിജേഷ് സാർ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഷമീർ സാർ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരുടെ സെഷൻ രാവിലെ കഴിയും. ഉച്ചയ്ക്ക് ശേഷം പുതിയ 3 പേർക്ക് അവസരം കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. ഇതുവരെ നമ്മുടെ അങ്ങനെ ഫോർ ഫ്രണ്ടിലേക്ക് വന്നിട്ടില്ലാത്ത, എന്നാൽ ഇനി വരാൻ താല്പര്യമുള്ള ഒരു 3 പുതുമുഖങ്ങൾക്ക് നമ്മൾ അവിടെ അവസരം കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു 3/4 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ 3 പേര് ക്ലാസ് എടുക്കുന്ന പോലെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക. അവർക്ക് പ്രത്യേക അവസരങ്ങൾ നമ്മൾ അവിടെ നൽകുന്നതാണ്. പക്ഷേ ഒറ്റ കാര്യമുണ്ട്, അവിടെ സൗഹൃദമോ സ്നേഹബന്ധമോ ഒന്നും അവിടെ വിലപ്പോവില്ല. 100% നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റി, നമ്മുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി, നമ്മുടെ നോളജ്, ഇത് മാത്രമായിരിക്കും അവിടെ വിലമതിക്കപ്പെടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഏകദേശം നമ്മുടെ ഒരു തിരുവനന്തപുരം, കോട്ടയം, അല്ലെങ്കിൽ അതൊരു എറണാകുളം, ആ ബെൽറ്റിൽ തന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് വീണ്ടും ഒരു പ്രോഗ്രാമും കൂടി വരുന്നുണ്ട്. അത് പോസിറ്റീവ് കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. അവിടെയും കരിയർ കൗൺസിലേഴ്സ് ക്ലാസ് ഉണ്ടായിരിക്കും. അവിടെയും നമ്മൾ ഈ പുതുമുഖങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ നമ്മൾ അവസരം തരുന്നുണ്ട്. കണ്ണൂരിലെ പ്രോഗ്രാമിന് ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് പ്രതിഫലം ഉണ്ടാകും, അത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പറഞ്ഞ പ്രോഗ്രാമിന്റെ പ്രതിഫലത്തിന്റെ കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല, ഉടനെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെയാണുള്ളത്. ഞാനിതിപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കരിയർ കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ വെറും ഒരു പേരിന് വേണ്ടി, ഒരു ആവേശത്തിന്റെ തള്ളിച്ചയില് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷൻ അല്ല. വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടി, വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ്. ഞാൻ നിങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ്. ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെ പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഇങ്ങോട്ട് ആളുകൾ വിളിച്ചിട്ട്, സാറേ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഇവന്റ് ഞങ്ങൾക്ക് സ്പോൺസേഴ്സ് ആവാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കൊച്ചി പ്രോഗ്രാമിന് പോലും നമ്മൾ ഏകദേശം ഇന്നലത്തോടു കൂടി സ്പോൺസർഷിപ്പ് ഒക്കെ ക്ലോസ് ചെയ്തു. ഇനി വേണ്ട എന്നൊരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തി. ദൈവം സഹായിച്ച് നമ്മൾ ഒരു വർഷം മുമ്പ് സ്പോൺസേഴ്സിനെ അന്വേഷിച്ച് അറിയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് സ്പോൺസേഴ്സും കോളേജുകാരും ഒക്കെ നമ്മൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു വന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കൂട്ടായി പ്രവർത്തിച്ച് ഒരേ ലക്ഷ്യത്തോടെ നമ്മൾ മുമ്പോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇനിയും അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ ഒരു 2 മാസം എന്ന് പറയുന്നത് നമ്മുടെ കരിയർ കൗൺസിലേഴ്സിന്റെ പുഷ്കല കാലമാണ്. ഇപ്പൊ ഈ പറയുന്ന ഏപ്രിൽ, മെയ്, ജൂൺ, അതായത് ജൂണിന് ജൂലൈ വരെ എടുക്കാം. കാരണം കോളേജുകളൊക്കെ തുറക്കുന്നത് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജൂലൈ വരെയൊക്കെ നമുക്ക് നല്ല സമയമാണ്. ഒരുപാട് പേര് പല പല കാര്യങ്ങൾക്ക് നമ്മളെ സമീപിക്കും. അപ്പോ എങ്ങനെയൊക്കെയാണ് നമുക്കൊരു പ്രോഗ്രാം, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിലൂടെ നല്ല രീതിയിൽ മാന്യമായ വരുമാനം ഉണ്ടാക്കാം എന്നതാണ് നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. 2 കാര്യം ഞാൻ ഓൾറെഡി പറയാൻ വേണ്ടി പോവുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഡിസ്ക്ലൈമർ ആണ്. നിങ്ങളായിട്ട് കാര്യമായിട്ട് മെനക്കെടേണ്ടി വരില്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു 90% കാര്യങ്ങളിൽ നമ്മൾ ഓൾറെഡി കൊളാബറേഷൻ ആയി കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ആളുകളുമായിട്ട് നല്ല നല്ല റിലയബിൾ ആയിട്ടുള്ള, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള പാർട്ട്നേഴ്സുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ ചുവട് പിടിച്ച് നമ്മൾ കരിയർ കൗൺസിലേഴ്സ് ക്ലബ്ബ് എന്നുള്ള ഒരു കൂട്ടായ്മ അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ മാത്രം മതിയാകും. അതേസമയം രണ്ടാമത്തെ ഡിസ്ക്ലൈമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും വളരെ റിലയബിൾ ആയിരിക്കണം. നമുക്കൊരു വിശ്വാസ്യത ഉണ്ട്, ഓരോ വ്യക്തിക്കും ഒരു വിശ്വാസ്യത ഉണ്ട്. ആ വിശ്വാസ്യത കളഞ്ഞു വിളിക്കുന്ന ഒരു കാര്യം ആരും ചെയ്യരുത്. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ 10 മാർഗങ്ങളൊന്നുമല്ല. പക്ഷേ എത്തിക്സ് വിട്ടിട്ടുള്ള ഒരു കളി നമ്മൾ കളിക്കരുത്. ഫോർ എക്സാമ്പിൾ, ഒരു കാരണവശാലും ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു തെറ്റായ ഒരു കോളേജിനെയോ ഒരു യൂണിവേഴ്സിറ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെയോ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. അത് ആദ്യമേ ശ്രദ്ധിക്കുക. വളരെ റിലയബിൾ ആയിട്ട് അവനവന്റെ മനസാക്ഷിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ വേണം പ്രവർത്തിക്കാൻ. ഈ 2 കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്റെ സെഷനിലേക്ക് കടക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഈ സെഷനെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ഓടി പഠിച്ച ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പലരുമായിട്ടും പാർട്ണർഷിപ്പും അസോസിയേഷനും അതൊന്നും നിങ്ങളൊന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി കരിയർ കൗൺസിലേഴ്സ് ക്ലബ്ബ് അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായാൽ മാത്രം മതി. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യവും നിങ്ങൾ ചെയ്യുമ്പോഴും ഒരു എത്തിക്സിന്റെ ഒരു കണിക നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യത്തിനായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് ഞാൻ കിടക്കാം.
അപ്പൊ ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് കാണാമോ? കാണാൻ കഴിയുന്നുണ്ട്. കാണാറുണ്ട്. ഓക്കെ, ശരി, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ വേണ്ടി പോണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മറ്റൊക്കെ കുറിപ്പുകൾ എടുക്കണം. എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ ഹൗ ക്യാൻ ഐ മേക്ക് മണി ത്രൂ കരിയർ കൗൺസിലിംഗ്? സർ, ഈ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഞാനൊരു ചാരിറ്റി പോലെ, ഒരു ധർമ്മം കൊടുക്കുന്ന പോലെ ഞാൻ ചെയ്യേണ്ട ഒരു സംഭവമാണോ? അതല്ല, എനിക്കിരുന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മുടെ കുടുംബത്തിലേക്ക് അരി മേടിക്കാനുള്ള വക ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ സമക്ഷത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ചില ആളുകളുടെയും കൂടെ, നമ്മുടെ സഹോദരന്മാരുടെ കൂടി ഒരു റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടാവുക. നിങ്ങൾ കേൾക്കുക. ഇതിന്റെ റെക്കോർഡ് വീഡിയോസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. എല്ലാവരും ഇതൊന്ന് കേൾക്കുക. തീർച്ചയായിട്ടും കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ ഒരു മേഖല നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന, അതും വളരെ മാന്യമായ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ആദ്യമേ ഞാൻ ഒരു കാര്യം കൂടി അതിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. നമ്മൾ കരിയർ കൗൺസിലേഴ്സ് ആണ്. കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഓരോ വ്യക്തിക്കും അവർക്ക് അനുയോജ്യമായ കാര്യങ്ങളെ നമ്മൾ പഠിച്ചെടുത്തിട്ട്, ഓരോ വ്യക്തിയുടെയും മനസ്സ് വായിച്ചെടുത്തിട്ട് നമ്മൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കോഴ്സുകളും കരിയർ മേഖലകളും സെലക്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഒരിക്കലും ആരല്ല, അഡ്മിഷൻ ഏജന്റ്സ് അല്ല. ശ്രദ്ധിക്കണം, നമ്മൾ അഡ്മിഷൻ ഏജന്റ്സ് അല്ല. നിങ്ങളുടെ ഓൾറെഡി അഡ്മിഷൻ ഏജന്റ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ അവരോട് പറയാണ്, നിങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ ആ കാഴ്ചപ്പാടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ സമയം റവന്യൂ ഉണ്ടാകും, നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു കുഴിയിലേക്ക് കൊണ്ട് തള്ളി വിട്ടതിന്റെ പാപം നിങ്ങൾക്ക് ഇല്ലാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഹൗ ടു മേക്ക് മണി ത്രൂ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്ന സെഷനിലേക്ക് നമ്മൾ എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞു പോവുകയാണ്, ഓരോ വിഷയങ്ങളായിട്ട് പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റ് എന്ന് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ on കൗൺസിലിംഗ് സെഷൻസ് എന്ന് പറയും. on കൗൺസിലിംഗ് സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലേക്കോ നമ്മുടെ ഓഫീസിലേക്കോ രക്ഷിതാക്കൾ കുട്ടികളെയും കൊണ്ട് വരും, അല്ലെങ്കിൽ കുട്ടികൾ സ്വമേധയാ 4-5 പേരൊക്കെ ചേർന്ന് വരും. എന്റെ ഓഫീസിലേക്ക് ദിവസവും ഒരു 2-3 ചെറുപ്പക്കാർ, ഒരു ഫ്രണ്ട്സ് ഒക്കെ ഒരുമിച്ച് നിന്ന് വരികയോ, അല്ലെങ്കിൽ രക്ഷിതാക്കൾ പാരന്റ്സിനെ കൊണ്ട് വരികയോ ചെയ്യുന്ന മിനിമം ഒരു കേസിങ്ങിന് ഒരു ദിവസം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ അവർക്ക് ആ കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്തിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, അവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അതാണ് ആദ്യം വലുത് കേട്ടോ. നമ്മൾ ആദ്യം അവരൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടതിന് ശേഷം നമ്മൾ കൃത്യമായ വിശകലനം നടത്തിയിട്ട് അവർക്ക് ഏറ്റവും നല്ല ഒരു കോഴ്സോ കരിയറോ നമ്മൾ സജസ്റ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചിലപ്പം ഒരു സിറ്റിംഗ് കൊണ്ടൊന്നും തീരില്ല, 2-3 സിറ്റിങ്ങുകൾ വേണ്ടി വരും. പരമാവധി അവരെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുക. അത് കേട്ടതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ പഠിക്കണം. നമ്മൾ ആ കുട്ടിയെ പറ്റിയിട്ട് നമ്മൾ വളരെ ഗവേഷണം നടത്തിയതിനു ശേഷം പറയാം. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല. ഈ കുട്ടിക്ക് പറയാനുള്ള ഒരു ദിവസം കൊണ്ട് കേൾക്കാം. അത് നമ്മുടെ പഠനം പിന്നെ അതിന് തുറന്നാവാം. അത് കഴിഞ്ഞ ശേഷം പിന്നെ കുട്ടിക്ക് അങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ എപ്പോഴാവാം, വേറെ ദിവസം ആയാലും കുഴപ്പമില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ചെയ്യണം നിർബന്ധമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യം വേണ്ടത് ലിസണിങ് പവർ ആണ് വേണ്ടത്. നന്നായിട്ട് ലിസൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. കുട്ടിയെ കേൾക്കണം. അതിന് നമുക്ക് സൈക്കോമെട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിയുടെ ബേസിക്, അതായത് ഒരു കുട്ടിയുടെ ഏതെല്ലാം ക്യാരക്ടർ കുട്ടികൾക്ക് ഏതെല്ലാം കോഴ്സും കരിയറുമാണ് മാച്ച് ആവുക മുതലായിട്ട് ഒരു ബേസിക് നോളജ് മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. അതിനുള്ള ഒരുപാട് ടൂൾസ് നമുക്ക് ഇന്ന് നമ്മുടെ അവൈലബിൾ ആണ്. ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിട്ട് അവൈലബിൾ ആണ്. നമ്മുടെ കരിയർ കൗൺസിലേഴ്സ് ക്ലബ്ബ് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ ഉടനെ സംഘടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈ on കൗൺസിലിംഗ് സെഷൻസ് എന്ന് പറഞ്ഞ ഈ സംഭവം വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങൾ പേഴ്സണലി നിങ്ങളൊന്ന് ബ്രാൻഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളെ 4 പേര് കരിയർ കൗൺസിലർ എന്ന രീതിയിൽ അറിയുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങളെ കൊണ്ടുവരണം. സോ യു ഹാവ് ടു ബ്രാൻഡ് യുവർ സെൽഫ് ആസ് എ കരിയർ കൗൺസിലർ. അപ്പൊ അത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, കുറെ കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പൊ എനിക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു PhD എടുത്ത സമയത്ത്, എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയ സമയത്ത് കുറെ പേര് അവരുടെ മക്കൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം എന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പൊ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ആളുകൾ അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉത്തരം കൊടുക്കണ്ടേ? അപ്പൊ ഞാനൊന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവർക്ക് നല്ല ആൻസേഴ്സ് കൊടുക്കാൻ തുടങ്ങി. ആ ആൻസേഴ്സ് അവർക്ക് ഉപകാരപ്പെട്ടു, അവർക്കത് പ്രയോജനപ്പെട്ടു, അവരുടെ ലൈഫിൽ അത് ഗുണം ചെയ്തു തന്ന സമയത്ത് എന്ത് ചെയ്തു, അവർ 4 പേരോട് പോയി പറഞ്ഞു.
എന്റെ നാട്ടിൽ എന്റെ ഉപ്പാന്റെ പേര് ബാവ എന്നാണ് ഉപ്പാന്റെ പേര്. അപ്പൊ ഒരു പുറത്ത് പോയി ബാവാന്റെ മോൻ കൗൺസിലിംഗ് കുറച്ച് ഐഡിയ പറഞ്ഞു തന്നു. അത് ഞാൻ ചെയ്തപ്പോൾ എന്റെ മോൻക്ക് നല്ല ജോലി കിട്ടി, നല്ല കോഴ്സാണ്, അവൻ ഹാപ്പിയാണ് എന്ന രീതിയിൽ ഫീഡ്ബാക്ക് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് കൂടുതൽ കൂടുതൽ ആളുകൾ എന്നെ അന്വേഷിച്ച് വരാൻ തുടങ്ങിയത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമ അതൊരു വലിയ സംഭവമാണ് ഈ വിഷയത്തിൽ. ഒറ്റ ദിവസം നമുക്ക് എല്ലാം നേടണം എന്ന് വിചാരിക്കരുത്, പെട്ടെന്ന് ഇട്ടിറങ്ങി പോകരുത്. നിങ്ങൾ അങ്ങനെ ഒരു കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയും റിസർച്ച് ചെയ്യുകയും ചെയ്തതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ചെറിയ ചെറിയ ആർട്ടിക്കിൾസ് എഴുതുക. ഫേസ്ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയൊരു ആർട്ടിക്കിൾ ഏതെങ്കിലും ഒരു പുതിയൊരു കോഴ്സിനെ പറ്റി നിങ്ങൾ പഠിക്കുക. ആ കോഴ്സിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫുള്ള ഒരു ആർട്ടിക്കിൾ നിങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സംഭവങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആളുകൾ സംശയം ചോദിക്കും, അപ്പൊ നിങ്ങൾ അതിന് മറുപടി കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിനെ പറ്റി നേരിട്ട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഞങ്ങൾ വന്നോട്ടെ എന്ന് ചോദിക്കുക, വന്നോളൂ എന്ന് പറയും, അങ്ങനെ സംസാരിക്കുക. അപ്പൊ ആളുകൾ അന്വേഷിച്ച് വരുമ്പോൾ ആൾ ചോദിക്കുന്നത് എന്താ അവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്നു പോകണം എന്താന്ന് ചോദിക്കും. അത് ഞാനിവിടെ കരിയർ കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ആളുകൾ വരികയാണ് നമ്മൾ പറയുമ്പോൾ ഉടനെ അത് അത് ചെയ്യുന്നുണ്ടല്ലേ, എനിക്കും വേണം, എന്റെ മകന് കോളേജിൽ പഠിക്കുന്നുണ്ട്, അവന് സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഇതിനെയാണ് നമ്മൾ വൺ സെഷൻ എന്ന് പറയുന്നത്. അത് പേഴ്സണൽ, നമുക്ക് മുഖാമുഖം ഇരുന്നു കൊണ്ട് ഒരാളോട് സംസാരിക്കുന്നതിനെയാണ് ഇങ്ങനെ വൺ കൗൺസിലിംഗ് സെഷൻസ് എന്ന് പറയാം. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം പിന്നീട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് വേണമെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിൽ പറഞ്ഞുതരാം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേറ്റിംഗ് വിത്ത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. നിങ്ങളുടെ പരിസരത്തുള്ള, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നല്ല റിലയബിൾ ആയിട്ടുള്ള നല്ല കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ല ടീച്ചേഴ്സ് ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, ലാബും ലൈബ്രറിയും പോലുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ ആ കോളേജിനെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെ റെക്കമെൻഡ് ചെയ്താൽ നമ്മുടെ പേര് ചീത്തയാവില്ല, ആ കുട്ടികളുടെ ഭാവി കുളമാകില്ല എന്ന് ഉറപ്പുള്ള നല്ല സ്ഥാപനങ്ങളുമായി നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കരിയർ കൗൺസിലിംഗ് ക്ലാസ്സസ് സംഘടിപ്പിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ കോളേജുകാരുമായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എത്ര പൈസ തന്നാലും നല്ലതല്ലാത്തൊരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഈ പണി നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ കോഴ്സും അവിടുത്തെ കരിക്കുലം, ആ കുട്ടികളുടെ ഫീഡ്ബാക്ക്, പഠിച്ചിറങ്ങിയ കുട്ടികളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു വിശ്വാസമുള്ള സ്കൂളുകളുമായിട്ടോ കോളേജുകളുമായിട്ടോ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ കരിയർ കൗൺസിലിംഗ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികളെ നിങ്ങൾക്ക് കരിയർ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയുന്നു, പല സ്കൂളുകളിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. കരിയർ കൗൺസിലേഴ്സിനെ വെക്കേണ്ട അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. പല സ്കൂളുകളിൽ നമ്മൾ പോയി സംസാരിച്ചതിന് അവർ പറയും, ഓക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, വരൂ, യു ആർ മോസ്റ്റ് വെൽക്കം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ കുട്ടികൾക്ക് റെഗുലർലി നിങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുന്ന പോലെ ചെയ്യാം. ചില സ്കൂളുകൾ പറയും, സാറേ നിങ്ങൾ ഇവിടെ വന്നോളൂ, ഞങ്ങൾക്ക് ഒരു കരിയർ കൗൺസിലർ ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് മാസം നിങ്ങൾക്ക് ഇത്ര രൂപ ശമ്പളം തരാം, ഒരു 20,000 രൂപ ശമ്പളം തരാം, അല്ലെങ്കിൽ 25,000 രൂപ ശമ്പളം തരാം, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സാഹചര്യം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. പക്ഷേ നിങ്ങൾ ഒരു ബുദ്ധിപരമായ നീക്കം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന പോലെ ഒരു സ്ഥലത്തും കൂടെ തല വെച്ച് കൊടുക്കാതെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറി നിന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ സാർ ഞാൻ അങ്ങനെ റെഗുലർ ഫാക്കൽറ്റി ആയിട്ട് വരുന്നില്ല, ഞാനൊരു വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് കൗൺസിലർ ആയിട്ട് ഞാൻ എല്ലാ മാസവും വന്നോളാം, അല്ലെങ്കിൽ എല്ലാ ആഴ്ച ഒരു ദിവസം അവിടെ വരാം എന്ന് പറയാം. അങ്ങനെ 4-5 സ്കൂളുകളുമായി നിങ്ങൾ ടൈപ്പ് വെക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം. പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ക്ഷമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള, കാരണം ടീച്ചേഴ്സ് പോലും പരാജയപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിലാണ് പല കുട്ടികളും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ വേറെ വലിയ വലിയ കോളേജുകളുമായിട്ടൊക്കെ അവരുടെ കോളേജുകളുടെ ഒക്കെ പ്രൊമോഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ സ്കൂളുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കോളേജുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ ഉള്ള മോട്ടിവേഷണൽ ക്ലാസ്സസ്, കരിയർ കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. അത് പ്യുവർലി അഡ്മിഷൻ പെർപ്പസിന് വേണ്ടി മാത്രമുള്ള സംഭവങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ പ്രസിഡൻസി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂര് ഈ ഇങ്ങനെ ഒരു അവസരമുണ്ട്, അവർ നിങ്ങളെ ആൾക്കാരെ അവർ ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മൾ കരിയർ കൗൺസിലേഴ്സ് പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് എന്ത് തരും? നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഏറ്റവും പരിചയമുള്ള കോളേജുകളിൽ പോയിട്ട് ക്ലാസ് എടുക്കുക, മോട്ടിവേഷണൽ ക്ലാസ്സസ് അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് ക്ലാസ്സസ് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ആ കുട്ടികളുടെ ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്ത് അവർ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കൂളുമായി നമ്മൾ എടുക്കുന്ന ക്ലാസ് അത് ഫ്രീ ആയിരിക്കും. അത് നമുക്ക് സ്കൂളിൽ നമ്മൾ പൈസ ഒന്നും നമ്മൾ വാങ്ങുന്നില്ല. പക്ഷെ നമ്മൾ ആ എടുത്ത ക്ലാസ്സിനുള്ള പൈസ ആര് തരുന്നുണ്ട്? പ്രസിഡൻസി യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്നുണ്ട്. അതുപോലെ അലയൻസ് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്, ജെയിൻ യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇതുപോലെ നമ്മൾ പോയി ക്ലാസ് എടുത്ത് കൊടുത്താൽ നമുക്ക് വേണ്ടിയിട്ട് പേയ്മെന്റ് തരും. അവർ ആഗ്രഹിക്കുന്ന സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പണ്ട് പറഞ്ഞ പോലെ, തമാശയിൽ പറഞ്ഞ പോലെ,
ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് ആ കോഴ്സിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്കൊന്ന് ഒന്ന് പൊക്കി പറയണം. ഇടയ്ക്കിടയ്ക്ക് ആ കോളേജിന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. നല്ല കോഴ്സാണ്, നല്ല കോളേജാണ്, നല്ല യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കൊന്ന് പറയണം. നമ്മുടെ ക്ലാസ്സിന്റെ ഇടയിൽ കൂടി സർഗേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. മാത്രമല്ല നമ്മൾ പറ്റുമെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളുടെ ഡേറ്റാ ബേസ് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെയ്യണം, ചിലപ്പോൾ ഇവർ തന്നെ ആളുകളെ അയക്കും. നമ്മൾ സാറേ നാളെ ഇന്ന ദിവസം എനിക്ക് ഇന്ന സെറ്റ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യൂണിവേഴ്സിറ്റിന്റെ സൈഡിൽ നിന്ന് ഒരാൾ അവർ പറഞ്ഞയക്കും. അപ്പൊ നമ്മൾ അയാൾ ഡാറ്റയൊക്കെ കളക്ട് ചെയ്തോളും, നമ്മൾ ക്ലാസ് എടുത്താൽ മാത്രം മതിയാകും. ഇങ്ങനെ ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. അപ്പൊ വലിയ വലിയ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് സ്കൂളുകളുമായിട്ടും കോളേജുകളുമായിട്ടും ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളുമായിട്ടും ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ എനിക്കൊക്കെ ദിവസം എന്ന് പറയുന്ന പോലെയാണ് പലപ്പോഴും പല പല പുതിയ പുതിയ യൂണിവേഴ്സിറ്റീസിന്റെ സൈഡിൽ നിന്നുള്ള കോൾസ് ഒക്കെ വരാറുള്ളത്. പക്ഷെ അവിടെയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം പഠിച്ചിട്ട് അത് തട്ടിപ്പല്ല, അത് ആ കോഴ്സിൽ പഠിച്ചത് അത് നമ്മുടെ പേര് നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്കൊരു ഭാരമാവില്ല എന്ന് ഉറപ്പുള്ള കേസുകൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. നെക്സ്റ്റ്, ഡിജിറ്റൽ കരിയർ കൗൺസിലിംഗ്. ഡിജിറ്റൽ കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇതുപോലെ വെബിനാറുകൾ, വീഡിയോ കൺസൾട്ടേഷൻസ്, വെർച്വൽ കരിയർ ഫെയർസ് പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും. വെബിനാറുകൾ ഇപ്പൊ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വെബിനാറാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കരിയറുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓൺലൈനിലാണ് സംസാരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വിഷയം, കരിയറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ഇതിനൊരു കോഴ്സ് ആവാം, ഇതിന്റെ പ്രത്യേകതരം കോളേജ് ആവാം, ഒരു പുതിയ യൂണിവേഴ്സിറ്റി ആകാം, ഫോർ എക്സാമ്പിൾ ഒരു മത്സര പരീക്ഷയാവും. അപ്പൊ CUT എക്സാമ്പിളൊക്കെ എടുക്കാം. CUT പരീക്ഷയെ കുറിച്ച് നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിട്ട് നിങ്ങൾ വെബിനാർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ പരീക്ഷയെ കുറിച്ച് അറിയാനും കേൾക്കാനും താല്പര്യമുള്ള ആളുകളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ഒരു ബ്രാൻഡിങ് മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ നമുക്ക് ഫ്രീ ആയി ചെയ്യാം. വളരെ ഫ്രീ ആയിട്ട്, ഫ്രീ ഓഫ് കോസ്റ്റ്, പൈസ ഒന്നും വാങ്ങാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബിനാർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ പൈസ 100 രൂപ ഇങ്ങനെ വെബിനാറിലൂടെ കാശ് ഉണ്ടാക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. 100 രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് കേൾക്കാം. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നു, അതിൽ 100 പേര് 100 രൂപ തന്ന് പങ്കെടുത്താൽ പോലും 10,000 രൂപ നിങ്ങൾക്ക് ഒരു ദിവസത്തെ വരുമാനം ആയി. ഓക്കെ. അതുപോലെ വീഡിയോ കൺസൾട്ടേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ കരിയർ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നത് നേരെ മുഖാമുഖം ഇരുത്തിക്കൊണ്ടുള്ള കരിയർ കൗൺസിലിംഗിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലത്തെ ഒരു സംഭവമാണ് വീഡിയോ കൺസൾട്ടേഷൻസ്. എല്ലാവർക്കും എല്ലായ്പ്പോഴും ഇങ്ങോട്ട് നേരിട്ട് വരാൻ പറ്റിക്കൊള്ളുന്നില്ല. എനിക്കൊക്കെ ചില സമയത്തൊക്കെ ആൾക്കാരൊക്കെ വരുന്നത് മാനന്തവാടി എന്നൊക്കെ വരുന്നുണ്ട്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, അതുപോലെ കോട്ടയം ജില്ലയിലെ കാലടി നിന്നാണ് ഇപ്പൊ ഇന്നലെ ഒരാൾ വന്നത്. അപ്പോൾ ഇവരൊക്കെ ദൂരെ നിന്ന് വരുന്ന ആളുകളാണ്. പക്ഷെ അത് അവർ ആഗ്രഹിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആളെ നേരിട്ട് കാണാൻ, പരിചയപ്പെടാൻ, കുറച്ചും കൂടി പേഴ്സണലി ഇന്റിമേറ്റ് കാര്യങ്ങൾ സംസാരിക്കാൻ എന്നുള്ള ഉദ്ദേശിച്ചാണ് അവർ വരുന്നത്. പിന്നെ അവർക്ക് യാത്ര ഒരു ചേഞ്ച് കൂടെ ആയി എന്നുള്ളതൊക്കെ. പക്ഷെ വീഡിയോ വഴി നമ്മൾ അവരെ കൺസൾട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഫസ്റ്റ് സിറ്റിംഗ് നമ്മൾ അങ്ങനെ നേരിട്ടിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നുള്ള സിറ്റിംഗ് ഒക്കെ നമ്മൾ പലപ്പോഴും വീഡിയോ കൺസൾട്ടേഷൻസിലാണ് നമുക്ക് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എത്ര ദൂരെ ഇരുന്ന ഒരാളോട് നിങ്ങൾക്ക് ഈ വീഡിയോ കൺസൾട്ടേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കലാണ് ഏറ്റവും വലുത്. അതുപോലെ വെർച്വൽ കരിയർ ഫെയർസ് എന്ന് പറയും. വെർച്വൽ കരിയർ ഫെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗൂഗിൾ സ്ട്രീറ്റ് പോലത്തെ ഒരു ആപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വെർച്വൽ കരിയർ ഫെയർ സംഘടിപ്പിക്കാൻ പറ്റും. സംബന്ധിച്ചാൽ നിങ്ങളൊരു കരിയർ ഫെയർ നിങ്ങൾക്ക് ഓൺലൈനിൽ സംഘടിപ്പിക്കാം. അതിനെ നിങ്ങൾക്ക് ആളുകൾ ഈ ഗൂഗിളിൽ ഇരുന്നുകൊണ്ട് അവരവരുടെ വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് ഗൂഗിൾ സ്ട്രീറ്റ് പോലുള്ള ആപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരതിന് ഓരോ സ്റ്റാളിലും കയറി ഇറങ്ങി ആ സ്റ്റാളിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇറങ്ങി പോരാനുള്ള സംഭവമാണ് വെർച്വൽ കരിയർ ഫെയർ എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോ ഡിജിറ്റൽ കരിയർ അസസ്മെന്റ് ടൂൾസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ കരിയർ അസസ്മെന്റ് ടൂൾസ് ആൻഡ് റിസോഴ്സസ് നമ്മളിത് പറഞ്ഞ പോലെ ഡെവലപ്പ് ആൻഡ് സെൽ. ഇപ്പൊ നമ്മൾ ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് ഒക്കെ നടത്താനുള്ള ടൂളുകൾ സംഭവങ്ങളൊക്കെ സ്വന്തമായിട്ട് ഡിവൈസ് ചെയ്തിട്ട് അത് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് കരിയർ കൗൺസിലേഴ്സ് തന്നെ. സ്വന്തമായിട്ട് നമ്മൾ സൈക്കോമെട്രിക് അസസ്മെന്റ് ചെയ്യാനുള്ള ടൂൾസ് അവർ തന്നെ വിഭാവനം ചെയ്ത് ആ ടൂൾസിനെ പ്രൊമോട്ട് ചെയ്ത് അതിലൂടെ സെയിൽ ഉണ്ടാക്കി നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതും ഒരു മാർഗമാണ് ഡിജിറ്റൽ കരിയർ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് കരിയർ കൗൺസിലിംഗ് എന്ന് പറയും. സ്പെഷ്യലൈസ്ഡ് കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആവണം. നമ്മൾ ഈ കരിയർ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും എല്ലാ വിഷയത്തിലും ചാടി കയറി കരിയർ കൗൺസിലിംഗ് ചെയ്യരുത്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരമാവധി ഫോക്കസ്ഡ് ആയാൽ വളരെ നന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒന്നുകിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് മാത്രം കൗൺസിലിംഗ് ചെയ്യുന്ന ആളാവുക, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആൾ, അല്ലെങ്കിൽ AI സംബന്ധമായിട്ടുള്ള കരിയറുകൾ, അല്ലെങ്കിൽ ഈ ജിഗ് എക്കണോമി, അതായത് നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കാവുന്ന ഒരുപാട് പുതിയ നല്ല നല്ല ടെക്നിക്കുകളും കോഴ്സുകളും കരിയറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അത്തരം കോഴ്സുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാവാൻ നമുക്ക് പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു വിഷയം നിങ്ങൾ നിശ്ചയ മാർക്കറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഒരു മാർക്കറ്റ് സെലക്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഏരിയ. ഇപ്പൊ ഞാൻ പഠിച്ചതും MBA ആണ്,
PhD എടുത്തതും MBA-യിലാണ്. അതുപോലെ ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും MBA കോളേജിലാണ്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് MBA കുട്ടികൾക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും പ്രാവീണ്യമുള്ളത് MBA സംബന്ധമായിട്ടുള്ള മാനേജ്മെന്റ് സംബന്ധമായിട്ടുള്ള കോഴ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങളിലാണ്. അപ്പൊ ഞാൻ കൂടുതലും അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ട് എന്താണ് പുതിയ പുതിയ മാനേജ്മെന്റ് സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ, പുതിയ പുതിയ സ്പെഷ്യലൈസേഷൻസ് എന്തൊക്കെയാണ് പുതിയ സ്പെഷ്യലൈസേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്, ഓരോന്നിനും പ്രത്യേകത എന്താണ്, നിങ്ങൾക്ക് എവിടെ ജോലി കിട്ടുക, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഓക്കെ, എല്ലാം എനിക്ക് തന്നെ ചെയ്യണം, എല്ലാം ഞാൻ തന്നെ വാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ എന്റെ കൂടെയുള്ള ആളുകൾക്ക് ഞാൻ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മെഡിക്കലിന് സ്വന്തമായിട്ടുള്ള ആളുകളുണ്ട്, എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, നഴ്സിംഗുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും, എനിക്കറിയാത്ത കാര്യങ്ങൾ നമ്മുടെ ടീമിലുള്ള മറ്റു മെമ്പേഴ്സിന് കൈമാറും. അപ്പൊ അവർക്കും അതുകൊണ്ട് ഗുണം കിട്ടും. ഒരു മാനേജ്മെന്റ് സ്വന്തമായിട്ടൊരു കോഴ്സിന് അവർ എനിക്ക് കൈമാറും. അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെയാണ് നല്ല രീതിയിലാണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ സ്പെഷ്യലൈസേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു കാരണവശാലും ഞാൻ പറയാണ്, നിങ്ങൾ കരിയർ കൗൺസിലേഴ്സ് ഒരു കാരണവശാലും എല്ലാ കോഴ്സിലും കരിയർ കൗൺസിലിംഗ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡൊമൈൻ നിങ്ങൾ സെലക്ട് ചെയ്യുക, ഏതാണ് ഇന്നതാണ് എനിക്ക് ഏറ്റവും സൂട്ടബിൾ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഏരിയയിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നെക്സ്റ്റ്, ഓൺട്രപ്രണർഷിപ്പ് കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഓൺട്രപ്രണർഷിപ്പ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺട്രപ്രണർഷിപ്പ് ലെവലിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. എനിക്ക് ഒരു ബിസിനസ്സുകാരനാകാനാണ് താല്പര്യം എന്നുള്ളത്. നമ്മൾ ഒരാൾക്ക് ഒരു പുതിയ കോഴ്സ് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പുതിയ കരിയർ പറയുകയോ ചെയ്യുന്നത് മാത്രമല്ല ഒരു കരിയർ കൗൺസിലറുടെ ഉത്തരവാദിത്തം. ചില കുട്ടികളുണ്ടാകാം, അവർക്ക് സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി സംരംഭകരാവാനായിരിക്കും താല്പര്യം. അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. കാരണം ഓൺട്രപ്രണർഷിപ്പ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് നമ്മുടെ കരിയർ കൗൺസിലിംഗ് അല്ലേ. ഓൺട്രപ്രണർഷിപ്പ് ഒരു കൗൺസിലിംഗ് തന്നെയല്ലേ, ഒരു കരിയർ തന്നെയല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആളുകളെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺട്രപ്രണർഷിപ്പ് സംബന്ധമായിട്ട് കാര്യങ്ങൾ നമുക്ക് അറിയണം. ഒരു ബിസിനസ് തുടങ്ങാൻ നമ്മൾ എന്താ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, എവിടെ കൈവെക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നീഷ് സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ, അതിൽ ഒന്ന് വേണമെങ്കിൽ ഇതാവാം. ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും, പണ്ടൊക്കെ ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നിർത്തി. ഞാനൊരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ഞാൻ സ്വയം അങ്ങോട്ട് ഒതുങ്ങി. അതാണ് എന്ത്, കരിയർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ എന്നാണോ അങ്ങനെ ഒരു മാറ്റം സ്വയം എടുത്തത്, അന്ന് മുതൽ എനിക്ക് ഗ്രോത്തേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കരിയറുമായി ബന്ധപ്പെട്ട് എവിടെ ക്ലാസ് എടുക്കെങ്കിലും ആദ്യം ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുക നമ്മുടെ മുഖമായിരിക്കും ഓടിയെത്തുക. ഓൺട്രപ്രണർഷിപ്പ് സംബന്ധമായിട്ടുള്ള ക്ലാസ് എടുക്കണം തോന്നി കഴിഞ്ഞാൽ ഫസ്റ്റ് ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളെ പേരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺട്രപ്രണർഷിപ്പ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നല്ലൊരു മേഖലയാണ്. നിങ്ങൾ അതിലേക്ക് വരണം. ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ഈ ലോണുകൾ, പിന്നെ പുതിയ നിയമങ്ങൾ, ലൈസൻസുകൾ, ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് അറിയണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഒരു ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യണ്ടേ, എല്ലാം ആരും സ്പൂൺ ഫീഡിങ് ചെയ്തു തരില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ, അതിനൊക്കെ ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റിൽ. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബുക്കുകളൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അതാണ് ഓൺട്രപ്രണർഷിപ്പ് കൗൺസിലിംഗ് എന്ന് പറയാം. പിന്നെ മാത്രമല്ല, നിലവിലുള്ള ഓൺട്രപ്രണേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ ബിസിനസ് അവസരങ്ങൾ, എന്തെല്ലാം പുതിയ ബിസിനസ് അവസരങ്ങളുണ്ട്, ഗവൺമെന്റ് സപ്പോർട്ടുള്ള പ്ലാനുകൾ, സ്കീമുകൾ എന്തൊക്കെയുണ്ട്, പിന്നെ അതുപോലെ എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത്, അതിനെ സ്കില്ല് കൂട്ടാൻ വേണ്ട റിസോഴ്സസ്, അത് ഞാൻ എവിടെ പഠിക്കാൻ പറ്റും മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഈ കൗൺസിലിംഗ് ചെയ്യുകയും വേണം. നെക്സ്റ്റ്, ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് റീസ്കില്ലിംഗ് എന്ന് പറയും. ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് റീസ്കില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പല സ്ഥലത്തും ജീവിക്കുന്ന ആളുകളുണ്ടാവും. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മൾ ഒരുപാട് കടന്ന് ചിന്തിക്കൊന്നും വേണ്ട. ഇപ്പൊ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പലപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവർ പറയും, ഇപ്പൊ എന്നോടൊക്കെ പറയാറുണ്ട്, നജീം എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു പ്രൊഫൈലിൽ ജോലി കിട്ടുമായിരുന്നു, എന്റെ ഓഫീസിൽ തന്നെ ഒരു ഹയർ റാങ്കിൽ എനിക്ക് ജോലി കിട്ടുമായിരുന്നു, എന്താ ചെയ്യാ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അവരോട് പറയും, നിങ്ങൾ ഇന്നൊരു കോഴ്സ് ഉണ്ട്, നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഓഫീസിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള നോളജ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഭയങ്കര ശശി തരൂർ റേഞ്ചിലൊന്നും അല്ലെങ്കിൽ പോലും ഒരു മിനിമം ലെവലിൽ സംസാരിക്കാനുള്ള റേഞ്ച് കിട്ടുമെന്ന് നമ്മൾ അവർക്ക് ആ കോഴ്സ് പറഞ്ഞു കൊടുത്ത് നമ്മൾ അവരെ കൊണ്ട് അവിടെ ചേർത്ത് കഴിയുമ്പോൾ അവർ വളരെ ഹാപ്പിയായി. ഓക്കെ, അപ്പൊ നമുക്ക് അതിനൊരു ഫീസ് വാങ്ങിക്കാം. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെറുതെ അല്ല. ഇപ്പൊ ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് കൗൺസിലിംഗ് ആയാലും ശരി, ഓൺട്രപ്രണർഷിപ്പ് കൗൺസിലിംഗ് ആയാലും ശരി, ലൈഫ് ലോങ് ലേണിംഗ് ആയാലും ശരി, ഒന്നും വെറുതെ അല്ല. ഇതൊക്കെ നമുക്ക് പൈസയും വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, റീസ്കില്ലിംഗ് നമുക്ക് ആരെ കയ്യിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലിംഗിന് വരുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ നല്ലതാണെങ്കിൽ നമ്മൾ ഈ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, ഒരിക്കലും തെറ്റായ ഒരു സ്ഥാപനത്തിന് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കളയരുത്. അതുപോലെ എന്നോട് വേറെ ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, അതും കൂടി എനിക്ക് അറിയുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ല ജോലി കിട്ടുമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്.
അപ്പൊ നമ്മൾ അവരെയും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നീ ഇന്നൊരു കോഴ്സ്, ഫോർ എക്സാമ്പിൾ ഒരു PGDCA എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അത് ആകെ 1 മാസം ഉണ്ടാവുള്ളൂ. നീ നാട്ടിലുള്ള സമയം ദിവസം 2 മണിക്കൂർ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൃത്യമായിട്ട് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും പഠിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോയി ആ കോഴ്സിൽ പോയി ചേരുകയാണ്. അപ്പൊ നമ്മുടെ റെക്കമെൻഡേഷനിലൂടെ പോണ സമയത്ത് അവർക്കും അത് ഗുണം ചെയ്യും, ആ സ്ഥാപനത്തിന് ഗുണം ചെയ്യും, ആ സ്ഥാപനം ദേ വിൽ ആൾസോ ടേക്ക് കെയർ ഓഫ് us ഇൻ റിട്ടേൺ. ഓക്കെ, ഇതാണ് ലൈഫ് സ്കിൽ ലേണിംഗ് ആൻഡ് റീസ്കില്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കരിയർ കൗൺസിലിംഗ് ഫോർ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്. ഇന്ന് നമ്മളൊക്കെ ഒരു ധാരണ ഉണ്ട്, കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വെറും ഈ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, പുതിയതായിട്ട് പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള സംഭവം മാത്രമാണ്. പക്ഷെ മാത്രമല്ല, മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടേ വരികയാണ്. ഒരുപാട് ചെറുപ്പക്കാര് തെറ്റായ കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് പാതി വഴിയിൽ വഴിമുട്ടിയിട്ട്, അയ്യോ എന്റെ മാർഗം ഇതല്ലല്ലോ, എന്റെ ശരിയായ വഴി ഇതല്ലല്ലോ, ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു, എന്റെ തീരുമാനം തെറ്റായി പോയല്ലോ, ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞ് വിലപിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് പേര് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ വരെ ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് സ്റ്റേജാണ് നമ്മുടെ നാട്ടിൽ, ഉറപ്പാണ് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള ആളുകൾക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്, ഓക്കെ എന്തായാലും നീ ഇവിടെ വരെ എത്തി, ഇനി ഇവിടുന്ന് നീ എങ്ങോട്ട് പോകണം, ഓക്കെ, അല്ലെങ്കിൽ നീ ഇവിടുന്ന് പോയി നീ ഏത് വഴിക്ക് പോകണം, മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മാത്രമല്ല, സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ പോസ്റ്റ് റിട്ടയർമെന്റ് സമയത്ത് അവർക്ക് ചെയ്യാവുന്ന നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പൊ നമ്മൾ ഈ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ചന്ദ്രിക മാഡം, നമ്മളിപ്പോ ഇത് പറഞ്ഞ റെയിൽവേയിൽ നിന്ന് വിരമിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ചന്ദ്രിക മാഡം. അപ്പൊ ചന്ദ്രിക മാഡത്തിനെ പോലത്തെ ഒരു ആൾക്ക് ആ മാഡത്തിന്റെ റിട്ടയർമെന്റ് സമയം കുറച്ചും കൂടി നല്ല ക്രിയാത്മകമായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ ആസ് എ കരിയർ കൗൺസിലർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതുപോലെ വേറൊരു ഗവൺമെന്റ് സർവീസിന് വിരമിച്ചുകൊണ്ട് ഒരാൾക്ക് അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം, അല്ലേ? ഫോർ എക്സാമ്പിൾ, ചന്ദ്രിക മാഡത്തിന് റെയിൽവേ സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നല്ല നോളജ് ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക ഗവൺമെന്റ് റെയിൽവേ പോസ്റ്റിലേക്ക് ഒരു ജോലി വേണമെങ്കിൽ അത് എങ്ങനെ ചെയ്യണം, ഏത് പരീക്ഷ എഴുതണം, എങ്ങനെ മുമ്പോട്ട് പോകണം, എല്ലാ സ്റ്റെപ്പും മാഡത്തിന് അറിയായിരിക്കും. സ്വാഭാവികമായിട്ടും മാഡത്തിന് എന്ത് ചെയ്യാൻ പറ്റും, റെയിൽവേ സംബന്ധമായിട്ടുള്ള കോഴ്സുകളിലേക്ക് ആളുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഉപദേശങ്ങൾ കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക, അങ്ങനത്തെ ഒരു കൗൺസിലർ ആവാൻ പറ്റും. അതുപോലെ വേറൊരാളുണ്ട്, അദ്ദേഹം IAS സിവിൽ സർവീസ് നമ്മുടെ മെമ്പറാണ്. നമ്മുടെ മെമ്പറിൽ ഒരാള് സിവിൽ സർവീസ് പാസ്സായി കുറെ വർഷം നല്ല പ്രൊഫൈലിൽ ഇരുന്ന ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹം ഇപ്പൊ റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് തന്റെ ശിഷ്ടകാലത്ത് നമ്മൾ പുതിയ തലമുറയ്ക്ക് IAS സംബന്ധമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ട കരിയർ ഗൈഡൻസ് കൊടുത്തിട്ട് അവരെ മോൾഡ് ചെയ്യുന്ന ഒരു മെന്റർ ആവാൻ പറ്റും. അപ്പൊ അതിനും നമ്മൾ എന്ത് ചെയ്യണം പറ്റും, ആ സാറിന് ചിലപ്പോൾ ആ സാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് ആ വഴിക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് കരിയർ കൗൺസിലിംഗ് ഫോർ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇതൊക്കെ നന്നായിട്ട് റവന്യൂ വരുന്നുണ്ട്. അതേപോലെ കരിയർ കൗൺസിലിംഗ് ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഇതും കരിയറിന്റെ കൗൺസിലിംഗിന്റെ ഒരു ഭാഗമാണ്. ഈ മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് കൗൺസിലിംഗും ഇതിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ പലരും ചിന്തിക്കും കരിയറും കോഴ്സസും മാത്രമാണ് കരിയർ കൗൺസിലിംഗ് എന്ന് പറയും. ഒരിക്കലും അല്ല, ഇതും കൂടി ഇതിന്റെ ഭാഗമാണ്. ഈ കരിയറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കോഴ്സുകൾ പഠിച്ച കോഴ്സുകളുടെ ഒക്കെ ഭാഗമായിട്ട് പല പ്രഷർ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പൊ എന്റെ അടുത്തേക്ക് ഇതിനിടയ്ക്ക് വന്ന കുറച്ച് ആളുകൾ പോലീസുകാരായിരുന്നു. പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന, ഒരു മാസം 80,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അത് ശമ്പളം എന്ന് പറഞ്ഞാൽ പച്ചക്കഥയും പറഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ശമ്പളം, അല്ലാത്ത രീതിയിലുള്ള വരുമാനങ്ങൾ വേറെയും അദ്ദേഹത്തിനൊക്കെ ഉണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഐ എം നോട്ട് ഹാപ്പി ഇൻ മൈ ലൈഫ്, എന്റെ ജീവിതം ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്, സ്ട്രെയിൻഫുൾ ആണ്, മര്യാദ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ദൈവമേ ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്, എപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു കോള് വരിക, എപ്പോഴാണ് സീനിയർ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുക, എപ്പോഴാണ് അവർ ഫയർ ചെയ്യുക എന്നുള്ള ചിന്തയോട് കൂടി മാത്രമാണ് ഉറങ്ങാൻ കിടക്കുന്നത്. എന്തിന്, ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മുഴുവനായിട്ട് കഴിച്ച് തൃപ്തിപ്പെട്ട് ഇറങ്ങിയ സാഹചര്യം വളരെ കുറവാണ്. സ്ട്രെയിൻ ആണ് സാറേ, സ്ട്രെസ് ആണ്, എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളത്തേക്ക് വരും. അപ്പൊ അവർക്കും നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. അതിനൊരു പരിധിയുണ്ട്, ആ പരിധിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കുക. പക്ഷെ അതിൽ അവർക്ക് കാര്യമായ ഒരു മെഡിക്കൽ സപ്പോർട്ടോ മെന്റൽ സപ്പോർട്ടോ വേണ്ട സ്റ്റേജുകൾ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അത് നമ്മൾ ഏറ്റുപിടിക്കരുത്. നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ അവരെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഹയർ ലെവലിൽ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരത്തേക്ക് നമ്മൾ അതിനെ വഴിതിരിച്ചുവിടാൻ നമുക്ക് പറ്റണം. ഓക്കെ, അതുപോലെ ഇന്ന് ജോലി സ്ഥലത്ത് അവര് ഒരുപാട് സ്ട്രെസ്, കോർപ്പറേറ്റ് ലൈഫിൽ സ്ട്രെയിൻ അനുഭവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വഴി കാണിക്കാൻ പറ്റും. ഇതിന് നല്ല പൈസയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ഇത് സംഭവം പറയുകയാണെന്ന് വെച്ചാല് ഇന്ന് പല കമ്പനികളും ഇതുപോലെ ആളുകൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു മിഡ് ലൈഫ് ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്ത്
അവരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു മാസം ഇത്ര രൂപ തരാം. ഫോർ എക്സാമ്പിൾ ഒരു റിക്കറിംഗ് ആയിട്ട് ഇങ്ങനെ വരും. മാസത്തിൽ ഒരു ദിവസം 2 ദിവസം നമ്മൾ അവിടെ പോയിട്ട് സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കണം. അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഇപ്പൊ ഇൻഫോസിസ് ഉണ്ട്, പിന്നെ കോഗ്നിസന്റ് ടെക്നോളജീസ് കമ്പനി ഉണ്ട്, പിന്നെ സത്യം കമ്പ്യൂട്ടേഴ്സ്, ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ ഒരുപാട് കമ്പനികൾ ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ അവർ നോക്കി നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ സമയം കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ കോയമ്പത്തൂർ IT പാർക്ക് ഉണ്ട്, കൊച്ചിയിൽ IT പാർക്ക് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മളൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് നമ്മുടെ വിസിറ്റിംഗ് കാർഡും നമ്മുടെ ഒരു ചെറിയൊരു പ്രൊഫൈൽ, ഒരു 1 പേജ് പ്രൊഫൈലും കൊടുക്കുക. ഞാനിങ്ങനെ കരിയർ കൗൺസിലിംഗും മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരാളാണ്, ഞാൻ ഇന്ന വിഷയങ്ങളൊക്കെ ഞാൻ ക്ലാസ് എടുക്കും സാറേ, നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് വേണമെങ്കിൽ പറയുന്നതായിട്ട് നിങ്ങൾ ആ വിസിറ്റിംഗ് കാർഡും ഒരു ഇതും കൊടുത്താൽ മതി. ഞാനൊക്കെ ഒരുപാട് സ്ഥലത്ത് ക്ലാസ്സിൽ പോയിട്ട് വെറുതെ ഒരു വാക്ക് പറയും, ഞാൻ എന്റെ മോട്ടിവേഷൻ സ്പീക്കറാന്ന് പറയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കാറുണ്ട്, അയ്യോ എങ്കിൽ എനിക്ക് സാറിന്റെ സപ്പോർട്ട് വേണം സാറേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ അടുത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കാർഡൊക്കെ വാങ്ങി അവർ പിന്നെ നമ്മളോട് വിളിച്ച കേസുകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു വെറുതെ വിളിക്കുകയാണ്, നമ്മൾ വെറുതെ നമ്മളിന്ന് കാർഡ് വാങ്ങിയാൽ ചുമ്മാ ഒരു ഫോർമാലിറ്റി നമ്മൾ കയ്യിൽ കാർഡ് വാങ്ങിയാൻ വിചാരിക്കും. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കോൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക സീരിയസ് എന്നുള്ളത്. അപ്പോ ഇതിലൊക്കെ നമുക്ക് ക്യാഷും വാങ്ങാൻ പറ്റും. അതായത് പേഴ്സണലി ഒരാൾ നമ്മളത്തേക്ക് വരികയാണ്, സാറേ എനിക്ക് സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട് എന്ന് വരുമ്പോൾ നമുക്ക് അയാൾ ഡോക്ടർ ചികിത്സിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കൺസൾട്ടിംഗ് ഫീ വാങ്ങുന്നത്, അതേപോലെ തന്നെ നമുക്ക് കൺസൾട്ടിംഗ് ഫീ വാങ്ങാൻ പറ്റും. ഇപ്പൊ ഒരു സാധാരണ ഡോക്ടർ വാങ്ങുന്നത് 250 റുപ്പീസ് ആണെങ്കിൽ നമുക്കൊരു മിനിമം 500 റുപ്പീസ് വാങ്ങാൻ പറ്റും ഒരു കൗൺസിലിംഗ് സെഷനിൽ ഒരു മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ. ഞാനൊക്കെ എന്റെ അടുത്തേക്ക് വരുന്ന ഒരാൾ കൗൺസിലിംഗിന് വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് 2000 രൂപയാണ് വാങ്ങുന്നത്. അത് വാങ്ങാൻ തരാൻ ആൾക്കാർ തയ്യാറാകുന്നുമുണ്ട്. കാരണം ദേ വാണ്ട് റിസൾട്ട്സ്. അവർക്ക് പൈസ ഒരു പ്രശ്നമല്ല, റിസൾട്ട് ആണ് വേണ്ടത്. അവിടെ നമുക്ക് എന്താ വേണമെങ്കിൽ ഈ പൈസ വാങ്ങി പോക്കറ്റിട്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അവർക്ക് ക്രിയാത്മകമായിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കാനും നമുക്ക് പറ്റണം. ഓക്കെ, ഇത് കരിയർ കൗൺസിലിംഗിലെ ഒരു വലിയൊരു ഭാഗമാണ്. നല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ്. സ്ലോലി നമുക്ക് നമ്മുടെ ലൈഫും കൂടി നമ്മുടെ വരുതി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ. അസോസിയേറ്റിംഗ് വിത്ത് ഗവൺമെന്റ് ആൻഡ് NGOs. നമ്മുടെ ഗവൺമെന്റുമായിട്ടും NGOയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ചെയ്യാൻ പറ്റും. ഗവൺമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് പോയിട്ട് ക്ലാസ്സുകൾ എടുക്കുക, പിന്നെ അതേപോലെ NGOസിന് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കരിയർ കൗൺസിലേഴ്സ് ക്ലബ്ബ് ആ രീതിക്കാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗവൺമെന്റുമായിട്ട് കൈകോർത്തുകൊണ്ട് കരിയർ കൗൺസിലേഴ്സ് ക്ലബിന്റെ ആളുകൾക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്ന പോലത്തെ ഒരു സംഭവം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളിനെ നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ ആ കാര്യങ്ങൾ സക്സസ്ഫുൾ ആകും. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ അപ്പോഴേക്കപ്പോൾ അറിയിക്കും. പിന്നെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് പല സ്ഥലത്തും പോയിട്ട് കരിയർ കൗൺസിലിംഗ് ക്ലാസ്സും മറ്റൊക്കെ എടുക്കുന്നത് നമ്മളായിരിക്കും. കരിയർ കൗൺസിലേഴ്സ് ക്ലബിലെ മെമ്പേഴ്സ് ആയിരിക്കും പോയി ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അതിന് വേണ്ട കാര്യങ്ങളും പരിശീലനങ്ങളും സംഭവങ്ങളും എല്ലാം തന്നെ ഗവൺമെന്റ് ലെവലിൽ നിന്നും കിട്ടും. പ്ലസ് നമ്മുടെ ക്ലബ്ബ് മുഖാന്തരവും നമ്മൾ അതിനുള്ള പരിശീലനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഗവൺമെന്റ് അവരെ പറയും, നമ്മൾ ഒരു അഗ്രിമെന്റ് MOU ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വർഷം കഴിയുമ്പോഴത്തേക്കും ഇത്ര സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഗവൺമെന്റിന് വേണ്ടി ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു തരും. അവർ അതിനുള്ള പൈസയും തരും, ഫണ്ടും തരും. ഇതിൽ എന്താ ചെറിയൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ആവുമ്പോൾ കുറച്ച് ഫണ്ട് കിട്ടിപ്പോരാൻ കുറച്ചും ഒരു ഡിലേ വരും. എന്നാൽ പോലും ഇതുവരെ കിട്ടാതെന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ 2 ആഴ്ച മുമ്പ് ക്ലാസ് എടുത്ത ഷമീർ സാർ ഒക്കെ ഈ മേഖലയിൽ വളരെ അഗ്രഗണ്യനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരുപാട് കമ്പനികളുമായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ് ഗ്ലോബൽ കരിയർ കൗൺസിലിംഗ് എന്ന് പറയാം. ഇപ്പോ കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കലി ഏരിയക്ക് വേണ്ടി മാത്രമുള്ള സംഭവമല്ല ഈ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അത് ഗ്ലോബൽ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഒക്കെ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒരു വിദ്യാർത്ഥി ഉണ്ടാകും. അവിടെയും പാവപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് MBA ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവർക്ക് MBBS ചെയ്യണമെന്നോ ഒക്കെ ആഗ്രഹം ഉണ്ടാവും. അവരെ നാട്ടിൽ ചെയ്യുമ്പോൾ ഭയങ്കര ഫീസും ചെലവും ഭയങ്കര കൂടുതലാണ്. അവർക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ വന്ന് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടാകും. അപ്പൊ ഇതിനൊരു കൺസൾട്ടിങ് ചെയ്യുന്ന ഒരാൾ വേണം. അപ്പൊ അവർ നമ്മളെ വിളിക്കും. നമ്മളെ നമ്പറൊക്കെ നമ്മൾ നെറ്റിലൊക്കെ ഇട്ട് പോപ്പുലർ ആക്കി കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിച്ച് ചോദിക്കും, സാർ ഞാനിങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുകയാണ്, എനിക്ക് ഇന്ന പോലെ ഒരു സംഭവം ചെയ്യേണ്ട ആവശ്യമുണ്ട് സാറേ, എനിക്ക് ഇന്ന കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ഞാനിത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ഉള്ളത് ഏത് സ്ഥാപനത്തിൽ പോയി ചെയ്യുമ്പോഴാണ്, മുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മോട് ചോദിക്കും. നമ്മളത് കേട്ടിട്ട് നമ്മൾ അവർക്ക് അതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മോളെ നീ ഇന്ന സിറ്റിസൺ ആയതുകൊണ്ട് നിനക്ക് ഇന്നൊരു ഫോർമാലിറ്റി ഉണ്ട്, അത് കഴിഞ്ഞാലാണ് നിനക്ക് ഇവിടെ പരീക്ഷ എഴുതാൻ പറ്റുക, അത് നിങ്ങൾ കഴിഞ്ഞ് നീ ഇന്ന പോലെ പോകണം എന്നൊക്കെ ആ ഫോർമാലിറ്റി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമാകും, വളരെ ഹാപ്പി ആകും. അവിടെ പിന്നെ അവർ ഈ വിദേശത്തുള്ള ആൾക്കാർ ബാർഗെയിനേ ചെയ്യില്ല. നമ്മൾ എന്താണോ ഫീസ് പറയുന്നത് അതേ സെയിം ഫീസാണ് അവർ നമുക്ക് തരിക. ഫോർ എക്സാമ്പിൾ ഇതേപോലെ എന്നോട് ഒരു ലേഡി എന്നോട് വന്ന് ചോദിച്ച സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, അവര് അവിടെ ഓസ്ട്രേലിയയില് ഒരു കോളേജില് ഒരു യൂണിവേഴ്സിറ്റിയിൽ അവരവിടെ MBAക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അവിടെ SOF എന്ന് പറയുന്ന ഒരു സംഗതി അവർക്ക് അവിടെ ആവശ്യമുണ്ട്. SOF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് എന്ന് പറഞ്ഞ സംഭവം ആവശ്യമുണ്ട്.
ആ സംഗതി എനിക്ക് വേണം, എനിക്കിത് ഉണ്ടാക്കി തരണം. ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ചെലവാണ്, നിങ്ങളുടെ നാട്ടിൽ അത് ചെലവ് വളരെ കുറവാണെന്ന് കേട്ടു, എനിക്ക് എത്ര രൂപ തരണം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അവരോട് ഞാൻ പറഞ്ഞ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ കണക്കൂട്ടിട്ട് ഞാനൊരു ഡോളറിലാണ് ഞാൻ റേറ്റ് പറഞ്ഞത്. ഡോളറിൽ ഞാൻ റേറ്റ് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തിരക്കായിരുന്നു. അപ്പൊ ആ വർക്ക് തലേന്നാണ്ട് പോട്ടെ, അതെനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഞാനത് പോട്ടെ ഞാൻ കുറച്ച് റേറ്റ് കൂട്ടി പറഞ്ഞു. അത് ഏകദേശം നമ്മുടെ നാട്ടിലെ 18,000 റുപ്പീസ്, 18,000 രൂപയുടെ അടുത്ത് ഇത് വരുമായിരുന്നു ആ സംഖ്യ. പക്ഷെ ആ ലേഡി എന്താ ചെയ്തെങ്കിൽ അവർ അപ്പൊ തന്നെ അവര് സ്വിഫ്റ്റ് ട്രാൻസ്ഫർ വഴി എനിക്ക് ആ പൈസ 18,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഉണ്ടാക്കി തരുന്നു പറഞ്ഞു. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അതേ വർക്ക് അവർ വിദേശത്ത് നിന്ന് അവരുടെ നാട്ടിൽ നിന്ന് ചെയ്യിക്കുകയാണെങ്കിൽ മിനിമം ബേർ മിനിമം ഒരു നമ്മുടെ നാട്ടിൽ ഒരു 30,000 രൂപന്റെ അടുത്ത് കൊടുക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ ഞാനത് 18,000 പറഞ്ഞപ്പോൾ ഷി വാസ് വെരി ഹാപ്പി. അതിനുശേഷം ഞാൻ ഈ സംഭവം ഞാൻ സ്ഥിരമായി ചെയ്യാൻ തുടങ്ങി. ആ 18,000 രൂപ എന്നുള്ള സ്റ്റാൻഡേർഡ് റേറ്റിൽ ഞാൻ സ്ഥിരമായി ചെയ്യാൻ തുടങ്ങി. ആ ലേഡി അവര് ഹാപ്പി ആയപ്പോൾ അവര് ത്രൂ എനിക്ക് ഒരുപാട് ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഉണ്ടാക്കാനുള്ള റിക്വസ്റ്റ് വന്നു. ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അതിങ്ങനെ ആ മൗത്ത് പബ്ലിസിറ്റിയിൽ കുറെ ആളുകൾക്ക് ഞാൻ സ്ഥിരമായി ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് SOF എന്ന് പറഞ്ഞ ഈ സംഭവം ഉണ്ടായിരുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് എന്ന് പറയും. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇംഗ്ലീഷ് നോളജ് വേണം. ഓരോ നാട്ടിലെയും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഓസ്ട്രേലിയയിലെ അതേ സംഭവമല്ല ഇംഗ്ലണ്ടില്, ലണ്ടനിലത്തെ അതേ സംഭവമല്ല അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ന്യൂസിലാൻഡില്, ഇവിടെയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഇതൊക്കെ ഫാക്ട്സും സംഭവമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ ഒന്നും ചെയ്യണം, നിങ്ങൾ നെറ്റിൽ പോവുക, എന്നിട്ട് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സിന്റെ സംഭവം എന്താ നോക്കുക. ഒന്നുമില്ല, നമ്മളൊരു ലഘു ജീവചരിത്രം, ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു ലഘു ജീവചരിത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഈ കുട്ടി ജനിച്ചത് മുതൽ ഇപ്പൊ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വരുന്ന സംഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 4-5 പേജിൽ ഒരു ചെറിയൊരു സംഭവം പോലെ എഴുതി, സ്റ്റോറി പോലെ എഴുതി അങ്ങോട്ട് കൊടുക്കണം. അത് വായിച്ചു നോക്കിയതിനു ശേഷമാണ് അവിടെ വിദേശക്കാർ എന്ത് ചെയ്യുക, ഈ അഡ്മിഷൻ കുട്ടിക്ക് കൊടുക്കണോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കണോ എന്ന് തീരുമാനിക്കുക. അപ്പൊ അത് അവിടെ ചെയ്യുമ്പോൾ ഭയങ്കര റേറ്റ് ആണ്, നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യുന്നത്. ഇപ്പൊ മാത്രമല്ല, എന്നെ ഈ ഇടെ ഒരു 6 മാസം മുമ്പ് വിദേശത്ത് നമ്മുടെ മലയാളിയാണ് അദ്ദേഹം, അവിടുന്ന് എന്നെ പറ്റി കേട്ടറിഞ്ഞിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ ഞാൻ വർക്ക് പിടിക്കാം, സാർ അവിടുന്ന് ചെയ്തു തരുമോ, ഞാൻ ഈ SOF ചെയ്തു തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അയാൾ അവിടുന്ന് നല്ല പൈസ വാങ്ങുന്നുണ്ട്, അയാൾ എത്ര അവിടുന്ന് വാങ്ങുന്നില്ല എനിക്ക് അറിയില്ല. പക്ഷെ അയാൾ എനിക്ക് കറക്റ്റ് ആയിട്ട് 20,000 റുപ്പീസ് ഓരോ വർക്കിനും എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ചിരുന്നുണ്ട്. അങ്ങനെ ഗ്ലോബൽ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കരിയർ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള സംഗതികളും ഇപ്പൊ ഈ പറഞ്ഞ പോലെ SOF പോലുള്ള ഫാക്ട് അങ്ങനത്തെ ഈ ഡോക്യുമെന്റേഷൻ വർക്കുകൾ, കോണ്ടന്റ് ക്രിയേഷൻ വർക്കുകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ ഈ വിസ പ്രോസസ്സിങ്, എഡ്യൂക്കേഷൻ പ്ലാനിങ്, പുതിയ കൾച്ചറിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്ന രീതികൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് ഈ പ്രത്യേകം നമ്മൾ ഏത് നാട്ടുകാരോട് എങ്ങനെ പെരുമാറുന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞ ചെറിയ ഉദാഹരണം നമ്മൾ പറയാണ്, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഒരാളെ കണ്ടാൽ പരിചയപ്പെടുന്നത്, എങ്ങനെയാണ് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് പരിചയപ്പെടാറുള്ളത്. പ്രത്യേകിച്ച് വിദേശത്ത് അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് പരിചയപ്പെടാറുള്ളത്. അതുപോലെ നമ്മൾ ഇന്ത്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ സ്നേഹം പങ്കിടാറുള്ളത്. അതുപോലെ അറബികൾ തമ്മിൽ ഇങ്ങനെ മൂക്കും തമ്മിൽ ഉരസിക്കൊണ്ടാണ് അവർ സ്നേഹം പങ്കുവെക്കാറുള്ളത്. അതേസമയം ജാപ്പാനികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അവരോട് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോ അറബികളോട് ചെയ്ത സംഭവം ഓർമ്മ വെച്ചുകൊണ്ട് ജപ്പാന്റെ ഒരു നാട്ടുകാരനകത്ത് പോയിക്കൊണ്ട് മൂക്കും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അയാൾ ആട്ടി പറഞ്ഞയക്കും. അതുപോലെ നമ്മള് ഒരു ജപ്പാനിന്റെ ഒരാളെ നമ്മൾ പോയി ഇന്ത്യയിൽ ഓർമ്മ വെച്ചിട്ട് കെട്ടിപ്പിടിക്കാൻ പോയാൽ അയാൾ തല്ലും. കാരണം അവരുടെ രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നുകൊണ്ട്, സ്ട്രൈറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒന്ന് കുനിഞ്ഞ് നിവരിക, അതാണ് അവരുടെ ഒരു രീതി. ഒരാളെ നോക്കി സല്യൂട്ടേഷൻ നമ്മൾ ചെയ്യില്ല, ഇങ്ങനെ വണങ്ങുക എന്നൊക്കെ പറയില്ല, അതുപോലെ ഇങ്ങനെ നിൽപ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വണങ്ങൽ മാത്രമാണ് അവരുടെ രീതി. അപ്പൊ ഇതൊക്കെ ട്രെയിൻ ചെയ്യണം ഒരാൾ. ഓരോ ആൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഗ്രീറ്റിംഗ് സ്റ്റൈല്, അവരുടെ വിഷിംഗ്, അവരുടെ ഉച്ചാരണം. ചില ഭാഷകളൊക്കെ ചിലപ്പോൾ ഒരു നാട്ടിൽ നല്ല ഭാഷയായിരിക്കും, ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും, പക്ഷെ അത് ഒന്ന് മാറി ഉച്ചരിച്ച് കഴിഞ്ഞാൽ അത് വേറെ നാട്ടിൽ വേറെ തെറിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ അവരെ ഗ്രൂം ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ ഫീസ് വാങ്ങുന്നുണ്ട് കേട്ടോ. ഓൺലൈൻ കോഴ്സ് ക്രിയേഷൻ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ 25 അവേഴ്സ് ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അത് എന്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിലും ആവാം, കരിയർ ഡെവലപ്മെന്റ് ആവാം, സോഫ്റ്റ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടാവാം, എങ്ങനെ റെസ്യൂം പ്രിപ്പയർ ചെയ്യാന്നുള്ള സംഭവം ആവാം, ഇന്റർവ്യൂക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള സംഭവം ആവാം, എന്ത് വേണമെങ്കിലും ആകാം. കരിയറുമായിട്ട് ബന്ധപ്പെട്ട നല്ല നല്ല കോഴ്സുകൾ നിങ്ങൾ ഉണ്ടാക്കണം. അത് വെറുതെ എന്തെങ്കിലും പറഞ്ഞ കാര്യമില്ല. ഞാൻ പറയുകയാണ്, എന്നോട് പലപ്പോഴും പല ആളുകൾ എന്നെ വിളിച്ച് പറയാറുണ്ട്, സാറേ എനിക്ക് എന്താണ് ഞാൻ നാളെ ഒരു ക്ലാസ് ഉണ്ട്, എനിക്കെന്താ എടുക്കാന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് വളരെ ഒരു ബാഡ് പ്രാക്ടീസ് ആണ്. ശരിക്കും നമുക്ക് നല്ല അവഗാഹമുള്ള ഒരു വിഷയത്തിലാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ. നമുക്ക് വലിയ ധാരണ ഇല്ല എന്നെങ്കിൽ ആ വിഷയം നമ്മൾ ക്ലാസ് എടുക്കാൻ പോകരുത്. അത് നല്ലൊരു ശൈലിയല്ല.
അപ്പൊ പക്ഷെ നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ ഇന്ന് ഒരുപാട് റിസോഴ്സസ് നമുക്കുണ്ട്. അതൊക്കെ നോക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഏതാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആ വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കോഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഈ എജു പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. എജു പ്ലസ് എന്ന ഒരു ആപ്പ് ഒക്കെ ഉണ്ട്. നിങ്ങളൊരു കോഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അവർക്ക് അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ടീം അത് റിവ്യൂ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓൺലൈനിൽ സെല് ചെയ്യാനും പൈസ ഉണ്ടാക്കാനൊക്കെ ഉള്ള എല്ലാ ഏർപ്പാടും അവർ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരിക്കൽ കുറച്ച് കഷ്ടപ്പെട്ടു, നിങ്ങളൊരു 2 ദിവസം കഷ്ടപ്പെട്ടു, ആ വീഡിയോ ഷൂട്ട് ചെയ്തു, നിങ്ങളുടെ ഇതൊക്കെ എടുത്തത് എഡിറ്റ് ചെയ്തു, സംഭവം സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ അത് ഓൺലൈനിൽ എജു പ്ലസ് പോലത്തെ സൈറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ അവർ അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും, നമ്മളും ചെയ്യണം, കുറെയൊക്കെ അവരും ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന റവന്യൂ ഉണ്ടല്ലോ, ആ റവന്യൂന്ന് ഒരു 30% അവരെടുക്കും, 70% നമുക്ക് കിട്ടും. അങ്ങനെയാണ് അതിന്റെ ഓരോ ഡീലും നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഓൺലൈൻ കോഴ്സ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനൊരു മടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് യൂട്യൂബ് വരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പുതിയ കോഴ്സുകൾ ഓൺലൈൻ വഴി ഡെലിവർ ചെയ്യാൻ പറ്റും. നിങ്ങളത് ഫ്രീ ആക്കി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ കാണും, കൂടുതൽ ആളുകൾ കാണുമ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് റവന്യൂ കിട്ടും. അതല്ല, യൂട്യൂബിൽ തന്നെ സബ്സ്ക്രിപ്ഷൻ മോഡിലൊക്കെ നമുക്ക് വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒരു കോഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, ചിലപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുകയായിരിക്കും, പക്ഷെ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ടൂറിലായിരിക്കും, നമ്മൾ യാത്രയിലായിരിക്കും, പക്ഷെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ വരുന്നുണ്ടാവും, കോഴ്സ് താനെ സെൻഡ് ആയിക്കൊണ്ടാവും. ഇപ്പൊ ഞാനൊക്കെ ഈ കോഴ്സൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പൈസ ഇട്ടാൽ ഞാൻ അവർക്ക് ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കുക, അങ്ങനെ കുറെ സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതോ ഈ കോഴ്സ് നമ്മൾ സെല്ലായതോ ഒന്നും നമ്മൾ അറിയ പോലും ഇല്ല. അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ നല്ല നല്ല കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നന്നായിട്ട് ഒരു റെസ്യൂമെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഓൺലൈനിൽ ആ റെസ്യൂമെ ഒരു ബിൽഡിംഗ് ഒരു കോഴ്സായി നിങ്ങളത് ചെയ്യുക. നല്ല വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ പറയുക, ഇടയ്ക്ക് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒക്കെ കാണിച്ച് അത് നല്ല രസത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് കോഴ്സുകൾ ചെയ്യാറുള്ളതല്ലേ. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാത്രമല്ല ഇത് നിങ്ങൾ ഒരു ഗ്ലോബൽ ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ഈ ഫോർ എക്സാമ്പിൾ കോണ്ടന്റ് ഡെലിവറി ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗ്ലോബലി നിങ്ങൾ സെയിൽ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ബ്ലോഗിംഗ് ആൻഡ് വ്ളോഗിംഗ് എന്ന് പറഞ്ഞത്. ബ്ലോഗിംഗ്, നമ്മൾ കോഴ്സുകളെ കുറിച്ച് വ്ളോഗിംഗ് ചെയ്യുക എന്നൊക്കെ പറയും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ ബ്രിജേഷ് ജോർജ് ജോൺ, അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ 8 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ മാത്രമുള്ള ഒരു സോഷ്യൽ മീഡിയ ബ്ലോഗറാണ് അദ്ദേഹം. മാത്രമല്ല അത് നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഒരു 20 lakhs മുകളിൽ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ചിട്ടും പുതിയ പുതിയ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ പുതിയ പുതിയ തൊഴിൽ മേഖലയെ കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ വീഡിയോ ചെയ്യും. ആ വീഡിയോ കണ്ടിട്ട് നന്നായിട്ട് ഓരോ വീഡിയോക്കും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വ്യൂ ചെയ്യുന്നത്. ആ വ്യൂ കൂടുന്തോറും അദ്ദേഹത്തിന് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ട്, ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വ്ളോഗിംഗ് ആയിട്ട് വീഡിയോ പോലെ ചെയ്യാൻ പറ്റും. പിന്നെ അതേ വീഡിയോ തന്നെ നമ്മൾ വീഡിയോ സംഭവം ഫുട്ടേജ് ഒഴിവാക്കിയിട്ട് ഓഡിയോ മാത്രം എടുത്തുകൊണ്ട് പോഡ്കാസ്റ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതിലും പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ബ്ലോഗ് ആർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ മറ്റോ ഏതെങ്കിലും ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ ആർട്ടിക്കിൾസ് പോലെ എഴുതാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് റവന്യൂ മോഡൽസ് ആണ്. ഓക്കെ, ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ എഴുതി പൈസ ഉണ്ടാക്കുന്നത്, വ്ളോഗിംഗ് എന്ന് പറഞ്ഞാൽ വീഡിയോ പോലെ പൈസ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CUT എക്സാം എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്തു എന്ന് വിചാരിക്കുക. ആ വീഡിയോ നിങ്ങൾ എഡിറ്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി മ്യൂസിക് ഒക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്, അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അത് ഇട്ടു എന്ന് വിചാരിക്കുക, യൂട്യൂബിൽ ഇട്ടു എന്ന് വിചാരിക്കുക. ആ വീഡിയോ എത്ര പേര് കാണുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റവന്യൂ കിട്ടിക്കൊണ്ടേ ഇരിക്കും. അതേപോലെ തന്നെ ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾ ഓഡിയോ മാത്രം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോഡ്കാസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്പോട്ടിഫൈയിലോ മറ്റോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, റവന്യൂ കിട്ടും. ഇതൊക്കെ റവന്യൂ സോഴ്സസ് ആണ്. അപ്പൊ നിങ്ങൾ അത് നല്ല രീതിയിൽ ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വ്ളോഗായിട്ടും പോഡ്കാസ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ ഇറക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോ വരുന്ന ഏപ്രിൽ 13 നടക്കുന്ന നമ്മുടെ പ്രോഗ്രാമിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ ഇത്തരം സംഭവങ്ങളായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഇതിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുക, നമുക്ക് പാസീവ് ഇൻകം, 5 പാസീവ് ഇൻകം സോഴ്സസ് ഫോർ കരിയർ കൗൺസിലേഴ്സ് എന്നുള്ള വിഷയത്തിലാണ് നമ്മുടെ വിജയ് സാർ ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ ചെയ്ത് നോക്കി വിജയിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതിനേക്കാളും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ ബ്രിജേഷ് ജോർജ് ജോൺ. അപ്പൊ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ നേരിട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ ഇതുവരെ ഈ കോഴ്സിന് ആരും എന്താ പറയാ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക.
എന്റെ നമ്പർ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അവിടുന്ന് കാണാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് പഠിക്കാൻ ശ്രമിക്കാം. നെക്സ്റ്റ് ഉള്ളത് റൈറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ആണ്. റൈറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഒന്നുമില്ല, നിങ്ങൾ പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പുതിയ 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 കോഴ്സിനെ കുറിച്ച്, മത്സര പരീക്ഷകളെ കുറിച്ച്, പുതിയ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ ആക്കിയിട്ട് പത്രങ്ങളിൽ നമുക്ക് കോളമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ തന്നെ ഒരു മെമ്പർ ആയിട്ടുള്ള രാജീവ് കൃഷ്ണൻ സാറ്, അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്ന് അദ്ദേഹം എൻട്രൻസ് എക്സാം കമ്മീഷണറായിട്ട് വിരമിച്ച ആളാണ്. അദ്ദേഹം ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുതിയ കോഴ്സുകളെ കുറിച്ചിട്ടും ആ കോഴ്സിൽ ചേരാനുള്ള ഫോർമാലിറ്റീസിനെ കുറിച്ചിട്ടും, സ്കോളർഷിപ്പുകൾ അത് കിട്ടാനുള്ള ഫോർമാലിറ്റീസ്, പുതിയ പുതിയ സ്ഥാപനങ്ങൾ, അവയുടെ ഗുണങ്ങൾ, മറ്റു പ്ലസ് ആൻഡ് മൈനസ്, ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് അദ്ദേഹം ആർട്ടിക്കിൾസ് ആയിട്ട് എഴുതിയിട്ട് സ്ഥിരമായിട്ട് മാതൃഭൂമി പേപ്പറിലൊക്കെ മറ്റും അദ്ദേഹം കോളംസ് എഴുതുകയാണ്. ഇപ്പൊ നമ്മുടെ തന്നെ മെമ്പേഴ്സ് ആയിട്ടുള്ള നമ്മുടെ അമീർ ഷാ സാറും റബീസ് പരൽ സാറും ഒക്കെ ചെയ്യുന്ന സംഭവമാണ്. അദ്ദേഹം ഇവരൊക്കെ ആർട്ടിക്കിൾസ് ആയിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യും, വിവിധ മാഗസിനിൽ പബ്ലിഷ് ചെയ്യും. ഇത് കുറെ അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഒരു ബുക്ക് ആക്കി വരെ നമുക്ക് പുറത്തിറക്കാനുള്ള ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ റൈറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്, ഈ പത്രങ്ങളിലും മാസികൾക്കൊക്കെ വേണ്ടി നമ്മൾ കോളംസ് എഴുതുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ഇതിനൊക്കെ റവന്യൂ ഉണ്ട്. ഇതൊന്നും വെറുതെ അല്ല, ഇതൊക്കെ നമുക്ക് റവന്യൂ ജനറേറ്റ് ആവുന്നുണ്ട്. മാത്രമല്ല ഇതൊക്കെ വളരെ കാര്യമായ രീതിയിൽ ബ്രാൻഡിങ്ങിന് ഒരുപാട് ഉപകരിക്കുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡ് ബിൽഡിങ്ങിന് ഒരുപാട് ഉപകരിക്കുന്ന സംഭവങ്ങളാണ് ഈ റൈറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. അതായത് സ്ഥിരമായിട്ട് നമ്മുടെ പേര് പത്രങ്ങളിലും മറ്റൊക്കെ കാണുമ്പോൾ ആളുകൾ നമ്മളെ എന്തിനു വിളിക്കും, നമ്മൾ സംശയം ചോദിച്ച് വിളിക്കും, കൗൺസിലിംഗിന് വിളിക്കും, കൺസൾട്ടിങ്ങിന് വിളിക്കും, അതുപോലെ സാർ ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ച് വിളിക്കും, അല്ലെങ്കിൽ സാർ ഇതേപോലത്തെ ആർട്ടിക്കിൾ ഞങ്ങൾക്ക് എഴുതരാമോ എന്ന് പറഞ്ഞ് വിളിക്കും. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇപ്പൊ ഞാൻ ഇതുമായി നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ബുക്ക് ഇറക്കി എന്റെ ആർട്ടിക്കിൾസ് ഒക്കെ ഒരുപാട് പോപ്പുലർ ആയപ്പോഴാണ് എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചു തുടങ്ങിയത്. ഇവൻ നോർക്കയെന്ന് വരെ എനിക്ക് വിളി വന്നത് ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് വായിച്ചിട്ടാണ്. അപ്പൊ ഇതൊക്കെ നല്ലൊരു സോഴ്സ് ആണ്. പക്ഷെ മടി പിടിച്ചിരുന്ന ഒരു കാര്യമില്ല. സാറേ ഞാനിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, എനിക്കിങ്ങനെ പൈസ താനേ വരണം എന്ന് വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ല. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കരിയർ കൗൺസിലേഴ്സിന് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കുറച്ച് പേര് പറയാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ അൺഅക്കാഡമി ഉണ്ട്, കോഴ്സേറ ഉണ്ട്, ഉഡെമ ഉണ്ട്, ഉഡെമി ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ഒരുപാടുണ്ട്. നമുക്ക് അറിയാവുന്നത് അൺഅക്കാഡമിയും കോഴ്സേറയും ഉഡെമിയും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഗ്ലോബൽ ലെവലിൽ വേറെയും ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെയും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്റെയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ കോഴ്സുകൾ ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഇതുപോലത്തുള്ള ഇതുണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവരുടെയൊക്കെ കോഴ്സുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഉഡമീന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ എല്ലാ കോഴ്സിനും 350 രൂപ നിങ്ങളുടെ അഫിലിയേറ്റ് ഫീ ആണ്. 350 രൂപ പറഞ്ഞാൽ അവരുടെ ഒരു കോഴ്സിന് ആകെ കൂടെ 2000 രൂപയെ ചെലവുണ്ട്. 2000 മുതൽ 3000, മാക്സിമം 3000 രൂപയായിരിക്കും ചില കോഴ്സുകൾക്ക് അവരുടെ ഫീ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ 3000 രൂപ വിലയുള്ള ഒരു കോഴ്സിലേക്ക് ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോഗോ മറ്റോ വായിച്ചിട്ട് അതിൽ നിങ്ങൾ ലിങ്ക് നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് ആരെങ്കിലും പോയിട്ട് ആ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 350 രൂപ പെർ കോഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റാ സയൻസ് എന്നൊരു കോഴ്സ് ഇവിടെ പ്രചരിക്കണം വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഉഡെമിയിലൂടെ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ കോഴ്സിന് ഇന്ത്യൻ മണി പ്രകാരം ഒരു ഓഫർ പ്രൈസിൽ 3000 രൂപക്ക് ആ കോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഉഡെമിയുടെ ഒരു റെഗുലർ അഫിലിയേറ്റ് മാർക്കറ്റർ നിങ്ങളായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫർ വരുന്നതിന് 2 ദിവസം നിങ്ങൾക്ക് മെസ്സേജ് വരും. 2 ദിവസം കഴിഞ്ഞാൽ, അതായത് ഈ വരുന്ന ഞായറാഴ്ച ഉഡെമി ഇങ്ങനെ ഒരു ഓഫർ ഇടുന്നുണ്ട്. ആ ഓഫറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾ തയ്യാറാക്കി നിങ്ങൾ എല്ലാം പ്രിപ്പയർ ആക്കി കയ്യിൽ വെച്ചോളൂ. ആർട്ടിക്കിളും ബ്ലോഗോ എന്ത് സംഭവം ആയിക്കോട്ടെ നിങ്ങൾ റെഡിയാക്കി വെച്ചോളൂ. കറക്റ്റ് ഞായറാഴ്ച ഓഫർ വരും. അന്ന് നിങ്ങൾ അത് ബ്ലാസ്റ്റ് ചെയ്യുക. ആ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിക്കുക. ആ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ട് ആരൊക്കെയാണോ നിങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്, എത്ര പേര് ജോയിൻ ചെയ്യുന്നുണ്ടോ ദാറ്റ് മച്ച് amount into 350 rupees നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 100 പേര് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്റെ ഡാറ്റാ സയൻസ് കോഴ്സ് വെറും 3000 രൂപക്ക് കിട്ടുന്നുണ്ടോ? തീർച്ചയായും ഞാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ഒരു 10,000 ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. 10,000 ആൾക്കാർ നിങ്ങളുടെ ബ്ലോഗും വീഡിയോ ഒക്കെ 10,000 പേര് കണ്ടിട്ടുണ്ടാവും.
പക്ഷെ അതിനൊരു 100 പേരുമാണ് ജോയിൻ ചെയ്തിരിക്കുക. 100 പേര് ജോയിൻ ചെയ്താൽ പോലും എത്രയായി നോക്കിയേ, 35,000 രൂപയായോ? അപ്പൊ ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിന്റെ പവർ. ഞാൻ പറഞ്ഞു അൺഅക്കാഡമി ചെയ്യുന്നുണ്ട്, അൺഅക്കാഡമി ചെയ്യുന്നുണ്ട്, കോഴ്സിറ ചെയ്യുന്നുണ്ട്, ഉഡമി ചെയ്യുന്നുണ്ട്, പിന്നെയും ഒരുപാട് പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ ലിങ്ക്ഡിൻ ലേണിംഗിൽ ചെയ്യുന്നുണ്ട്, ഇവരെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ അഫിലിയേറ്റ് കമ്മീഷൻസും നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാനൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാം, കാരണം ഇവരൊന്നും ഒരിക്കലും പറ്റിപ്പല്ല, നല്ല റിലയബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ പോലും ഇവരെ പറ്റി നന്നായിട്ട് അന്വേഷിച്ചിട്ടാണ് അവർക്ക് ആ കോഴ്സിന്റെ ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഇതിൽ ചേരാൻ വേണ്ടി പറ്റും, നമുക്ക് ഇതിനെ കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് വളരെ നന്നായി ചെയ്യാവുന്നതാണ്. എന്റെ ഒരു ഫ്രണ്ട് ഈരോഡ് ജില്ലയിൽ ആണ് അദ്ദേഹത്തിന്റെ താമസം. ഈരോഡ് അന്തിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹത്തിന് 3 വരുമാന മാർഗമാണ് അദ്ദേഹം പറഞ്ഞത്. കോളേജ് പ്രൊഫസറാണ്, അദ്ദേഹത്തിന് ശേഷം 1 ലക്ഷം രൂപയോളം കോളേജിൽ നിന്ന് ശമ്പളം ഉണ്ട്. പിന്നെ ഈ അത്തിപ്പഴം ഇല്ലേ, അത്തിപ്പഴം നമ്മുടെ നാട്ടില് എന്തൊക്കെ പറയും, അതെ, ആ അത്തിപ്പഴത്തിന്റെ ഒരു ബിസിനസ് അദ്ദേഹത്തിനുണ്ട്. ഈ ഫിഗ് എന്നൊക്കെ പറയും, നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഈ ഫിഗ്, അത്തിപ്പഴത്തിന്റെ സംഭവം ഉണക്കിയതൊക്കെ, അതൊക്കെ അതുപോലെ ഒരു സംഭവം, ഒരു തോട്ടം, വലിയ ഏക്കറിന് തോട്ടം പുള്ളിക്കുണ്ട്. അവിടെ നിന്നുള്ള റവന്യൂ ഉണ്ട്. ഇദ്ദേഹം ഏറ്റവും വലിയ റവന്യൂ ഇതിന് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇതേപോലത്തെ കോഴ്സുകൾ ഞാൻ ഓൺലൈനിൽ പ്രൊമോട്ട് ചെയ്യും, ആ കോഴ്സുകൾ കണ്ടിട്ട് കുറെ പേര് എന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ട് ഒരു കോഴ്സിൽ പോയിട്ട് ജോയിൻ ചെയ്യും, അപ്പൊ എനിക്ക് എന്റെ അഫിലിയേറ്റ് കമ്മീഷൻ കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ ഇദ്ദേഹം രാവിലെ, എല്ലാ ദിവസവും രാവിലെ ഈ തോട്ടം നനയ്ക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇദ്ദേഹം ആ സമയത്ത് എന്ത് ചെയ്യും, ഒരു ലാപ്ടോപ്പും കയ്യിലുണ്ടാവും. ഇദ്ദേഹം അതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും, അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നല്ല റവന്യൂ ആണ് വരുന്നത്. 4 ലക്ഷം രൂപ വരെ കിട്ടിയ മാസങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാത്രം ചെയ്തിട്ട് 4 ലക്ഷം രൂപ വരെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോപ്പും ചീപ്പും കണ്ണാടിയും വരെ നമുക്ക് ആമസോൺ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നു, ആസ് എ കരിയർ കൗൺസിലേഴ്സ് നമ്മൾ ശ്രദ്ധ വിട്ടു പോകാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മള് ഈ കോഴ്സുകൾ സ്വന്തമായിട്ട് കരിയറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മാത്രം നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് നമ്മൾ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. അതന്നെ ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ഉഡമിന്ന് മാത്രം നമ്മൾ ഒരു കോഴ്സിനാണ് ഞാൻ പറഞ്ഞത്. ഉഡമിയിലെ ഒരു ദിവസം ഒരു കോഴ്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് അത് 100 പേര് ജോയിൻ ചെയ്താലാണ് ഞാൻ പറഞ്ഞത് 35,000 രൂപ എന്ന് പറഞ്ഞത്. അതേസമയം ഉഡമിയിൽ ദിവസവും പുതിയ പുതിയ കോഴ്സുകൾ വരുന്നുണ്ട്, വേറെയും പ്ലാറ്റ്ഫോംസ് ഉണ്ട്, വേറെയും ഉഡമി പോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുണ്ട്. നമ്മൾ ഈ ഓരോ കോഴ്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ട് ആൾക്കാർ അത് വാങ്ങുന്നു, 100ഉം 50ഉം 40ഉം അത് എത്രയോ ആൾക്കാർ വാങ്ങുന്നു. എത്ര പേര് ആ കോഴ്സിൽ പോയി ജോയിൻ ചെയ്യുന്നോ അത്രയും റവന്യൂ നമ്മളെ പെട്ടിയിൽ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. എന്താ ബുദ്ധിമുട്ടുള്ളത്? എന്തായാലും നല്ല കൺസിഡറബിൾ ആയിട്ടുള്ള അമൗണ്ട് നമുക്ക് ഒരു മാസത്തിൽ ഉണ്ടാക്കാൻ പറ്റും ആസ് എ കരിയർ കൗൺസിലേഴ്സ്. നെക്സ്റ്റ്, ജോബ് പ്ലേസ്മെന്റ് സർവീസസ്. നമ്മൾ പ്ലേസ്മെന്റ് സർവീസസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല കുട്ടികളെ, നമ്മളത്തേക്ക് വരുന്ന കുട്ടികൾ നമ്മൾ നല്ല രീതിയിൽ അവരെ കുട്ടികളെ വാച്ച് ചെയ്തിട്ട് നമ്മൾ ജോബ് പ്ലേസ്മെന്റ് സർവീസസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ഈ കരിയർ കൗൺസിലേഴ്സ് ക്ലബിന്റെ പെർവ്യൂവിൽ ഈ സംഭവമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഞാൻ പ്ലേസ്മെന്റ് സർവീസ് ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈ സംഭവം വളരെ എളുപ്പമാണ്. നമുക്കിപ്പോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് ലെവലിൽ സംസാരിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പ്ലേസ്മെന്റും കൂടി കൊടുക്കാം എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൂടി വന്നു കഴിയുമ്പോൾ ഈ സ്ഥാപനങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇവരെ കൂടെ അസോസിയേറ്റ് ചെയ്താല് ഇവര് കുട്ടികൾക്ക് ജോലിയും കൊടുക്കും, അതുകൊണ്ട് നമുക്ക് ഇവർക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്നുള്ളൊരു പ്രാമുഖ്യം അവിടെ വരും. അപ്പോൾ നല്ല ജോബ് പ്ലേസ്മെന്റ് സർവീസസ്, ഫോർ എക്സാമ്പിൾ, എന്നെ ഒരുപാട് കമ്പനികൾ വിളിച്ചുകൊണ്ടുപോകാറുണ്ട്. അവരുടെ ഇന്റർവ്യൂ ബോർഡിൽ കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ടുപോകാറുണ്ട്. ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ പോയിരിക്കും. അവരെന്റെ പ്രതീക്ഷ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരുടെ ആ പ്ലേസ്മെന്റ് പ്രോസസ് ഒന്നും എളുപ്പമായി കൊടുക്കണം. അതാണ് പറയാം. ചില ആൾക്കാർ പറയും, സാർ ഞങ്ങൾ ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് ഈ ഇന്ന ജോലിക്ക് 5 പേര് വേണം, സാറ് എന്ത് വേണമെങ്കിലും ചെയ്തു, പൈസ എത്ര ഞങ്ങൾ തരാം, സാർ എന്താ ചോദിച്ചാൽ ഞങ്ങളത്തേക്ക് ആകെ ഒരു 10 പേരെ സാർ എടുത്ത് ഞങ്ങൾ മുമ്പിൽ എത്തിച്ചാൽ മതി. ഫൈനൽ ഇന്റർവ്യൂവിന് 10 പേരെ ഞങ്ങളെ മുമ്പിലേക്ക് എത്തിച്ചാൽ മതി, അതിന് 5 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തോളാം. പക്ഷെ ആ ആയിരക്കണക്കിന് അപേക്ഷയിൽ നിന്ന് ഈ 10 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സാറ് ചെയ്യണം എന്ന് പറയും. നമ്മൾ അത് ചെയ്തു കൊടുക്കാറുണ്ട്. അതൊരു സർവീസാണ്. അതാണ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് നമ്മൾ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി പോലെയല്ല ചെയ്യുക. നമ്മൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അല്ലെങ്കിൽ അവരുടെ ചുറ്റത്തിലെ കൈയിട്ട് വരെയുള്ള സംഭവം ഒന്നുമല്ല. അത് വളരെ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ജോബ് പ്ലേസ്മെന്റ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വർക്ക് പ്ലേസ് വർക്ക്ഷോപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പനികളിൽ പോയിട്ട് അവിടെ നമ്മൾ ഇതേപോലെ തൊഴിലാളികളുടെ മനോവീര്യം കൂട്ടാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ചെയ്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ റവന്യൂ നമ്മൾ ജനറേറ്റ് ചെയ്തത്. ഒരു പ്രോഗ്രാമിന്, ഒരു ഫുൾ ഡേ പ്രോഗ്രാമിന് കഴിഞ്ഞാൽ മിനിമം ഒരു 15,000 രൂപ ഞാൻ വാങ്ങുന്നുണ്ട്. 15,000 രൂപ പ്ലസ് TADA നമ്മൾ വാങ്ങുന്നുണ്ട്.
അത് നിങ്ങളുടെ ഒരു കാലിബർ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ എക്സ്പെർട്ടൈസിന്റെ ഒക്കെ ബേസിൽ നിങ്ങൾക്ക് എത്ര വേണം വാങ്ങിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് വർക്ക് പ്ലേസ് വർക്ക്ഷോപ്സ് എന്ന് പറഞ്ഞ അത് കമ്പനികളുമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അത് സ്വയം ഒരു ബ്രാൻഡിങ് ചെയ്യണം. അപ്പോഴാണ് കമ്പനീസ് നിങ്ങളെ വിളിക്കുള്ളൂ. അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ മുമ്പ് ചെയ്ത ക്ലാസിന്റെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ചോദിക്കും. അതിന്റെ ഫീഡ്ബാക്ക് ചോദിക്കും. അത് നമുക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിന് നന്നായിട്ട് പേയ്മെന്റും കിട്ടുന്നുണ്ട് അതിനൊക്കെ. പിന്നെ കരിയർ ഫെയർസ് ആൻഡ് എക്സ്പോസ്, നമ്മൾ ഇതുപോലെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള ഫെയറുകൾ സംഘടിപ്പിക്കാം, എക്സ്പോസ് സംഘടിപ്പിക്കാം, ജോബ് ഫെയർസ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ഒക്കെ ഇന്ന് ഒരുപാട് പേര് ഇപ്പൊ ഇന്നും കൂടെ എന്നെ ഒരു ടീം എന്നെ വിളിച്ച് ചോദിച്ചതാണ്, സാറേ നിങ്ങൾ ഈ കരിയർ കൗൺസിലേഴ്സ് ക്ലബിന്റെ കെയർ ഓഫിൽ നമുക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസ് നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് തരാൻ പറ്റുമോ, ആ ഒരു ഇവന്റ് നിങ്ങൾക്ക് മാനേജ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കരിയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് കൃത്യമായി നല്ല കോൺടാക്ട്സ് ഉണ്ടാകും, കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാകും. നമ്മൾ തന്നെ ആ മേഖലയിൽ നമ്മുടെ ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം സർവീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ കാര്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യവും എനിക്ക് ഒരുപാട് നീട്ടിപ്പരത്തി പറയാൻ പറ്റിയിട്ടില്ല. തന്ന സമയം കൊണ്ട്, നമുക്ക് ഉള്ള സമയം കൊണ്ട് ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല, ഞാൻ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഏപ്രിൽ 13 പ്രോഗ്രാം നമ്മുടെ കരിയർ കൗൺസിലേഴ്സ് ക്ലബിന്റെ 1ാമത്തെ വാർഷികവും നമ്മുടെ കോഴ്സ് പൂർത്തിയാക്കിയ ആളുകൾക്കുള്ള ഡിഗ്രി ബിരുദദാന ചടങ്ങ് കൂടിയാണ് നടക്കാൻ പോണത്. അതിൽ എല്ലാവരും പങ്കെടുക്കുക. അതിന് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് തുച്ഛമായ ഒരു സംഖ്യയാണ്. 500 രൂപ രജിസ്ട്രേഷൻ ഫീസ്. പക്ഷെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ നമ്മുടെ മധുഭാസ്കരൻ സാറിനെ പോലെയും ബ്രിജേഷ് സാറിനെ പോലെയും നമ്മുടെ തൊമ്മനെയൊക്കെ പോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കുക, ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു നല്ല എൻജോയബിൾ ആയിട്ടുള്ള ഡേ ആയിരിക്കും. അന്നേ ദിവസം നമ്മൾ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട്, കുറച്ചും കൂടി ആഴത്തിൽ നമ്മുടെ ബ്രിജേഷ് സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാനും പറ്റും. അപ്പോ ഇനി ഇതാണ് എന്റെ കോൺടാക്ട്. ആ ക്ലാസ്സിൽ ഏപ്രിൽ 13 പ്രോഗ്രാമിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഐ വിൽ ഗൈഡ് യു ഓൺ ഹൗ ടു രജിസ്റ്റർ ഫോർ ദാറ്റ് പ്രോഗ്രാം. ഓക്കെ, സോ ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ ചോദിക്കാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Any doubts? ഹലോ, ആർക്കും സംശയമൊന്നുമില്ലേ? നജ്മുദ്ദീൻ സാറേ, ഞാൻ സാറിന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ല ക്ലാസ്സാണ്. പിന്നെ ഒരു സംശയം എന്താ ചോദിക്കാനുള്ളത് വെച്ചാല്, ഞാനിതുപോലെ ഓൺലൈനിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ വെച്ചാല് ബ്ലൈൻഡ് അസോസിയേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പോ ചെയ്യുന്ന എന്താ വെച്ചാൽ ബിസിനസ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോ ഇപ്പോ 1000-ഓളം പേര് ഓരോ ദിവസം ജോയിന്റ് ആവും. കാരണം സൂം മീറ്റിൽ 1000 പേർക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാരും ചോദിക്കുന്നത് എന്താ വെച്ചാല് പുതിയ അപ്ഡേഷൻസ് കണ്ടുപിടിക്കണം എന്നാണ്. അത് എങ്ങനെയാ സാർ കണ്ടുപിടിക്കുക? എന്തിൽ പുതിയ അപ്ഡേഷൻ പറഞ്ഞവര്? ഹലോ സാർ, എന്തിലാണ് പുതിയ അപ്ഡേഷൻസിന്റെ കാര്യം പറഞ്ഞത്? പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ട്രെയിനിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ സോഫ്റ്റ്വെയർ മേഖലകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മേഖലകൾ ഉണ്ടാവാം. അതായത് ഇപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഐഡിയ പ്രകാരം ഒരു AI റോബോട്ടിക് ലൈവ് ലാംഗ്വേജ് ട്രാൻസാക്ഷൻ മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേൾക്കുന്ന ആളുടെ ഭാഷയിലേക്ക് മാറ്റുന്ന ഒരു മെഷീൻ. അതുപോലെ മെഷീൻസ് നമുക്കിപ്പോ മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും ഷാനി, ഇതിൽ സംഭവം എന്താ അറിയോ, നമ്മള് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ട്രെയിനിങ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കരിയർ കൗൺസിലിംഗ് രംഗത്ത് സംഭവിക്കുന്ന ആൾക്കാർക്ക്, കരിയർ ക്ലാസ്സുകൾക്ക് സംബന്ധിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനിങ്, ജനറൽ മോട്ടിവേഷണൽ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവര് ഈ മോട്ടിവേഷൻ, സെൽഫ് കോൺഫിഡൻസ് ബിൽഡിംഗ്, ഗോൾ സെറ്റിംഗ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്ലാസ്സിൽ കാണുന്നത് ഗോൾ സെറ്റിംഗിലാണ്. വളരെ എളുപ്പമാണ്, എന്തിനൊക്കെ പറഞ്ഞാൽ മതി.
കുറെ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ആണ് കൂടുതലും ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ ഒന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് കളം മാറ്റി പിടിച്ചതാണ് ഞാനൊന്ന് കളം മാറ്റി ചവിട്ടിയത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കരിയറിലേക്കാണ് വന്നത്. കരിയറിലേക്ക് വന്നപ്പോൾ എന്താ വെച്ചാൽ അവിടെ നിന്ന് ഞാൻ നോക്കിയ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോകുന്നു, കരിയർ ഗൈഡൻസ് ക്ലാസ് എന്ന് പറയുന്നു, കുറെ കോഴ്സുകളുടെ പറയുകയാണ് കുട്ടികൾക്ക് പോയിട്ട്. ഇതൊക്കെ നല്ല കോഴ്സാണ്, ഇത് നല്ല കോഴ്സാണ്, നല്ല കോഴ്സ് ആകുമ്പോൾ ഓൾറെഡി കൺഫ്യൂഷനുള്ള കുട്ടികൾ അവർ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകും. ഓക്കെ, ഓൾറെഡി കൺഫ്യൂഷനുള്ള കുട്ടികൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്ന സാഹചര്യമാണ് വരുന്നത്. ഈ സംഭവം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഞാൻ തീരുമാനിച്ചു ആ കൺഫ്യൂഷൻ തീരല്ലാണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനൊരു പുതിയൊരു മൊഡ്യൂൾ ഉണ്ടാക്കി. ആ മൊഡ്യൂൾ വളരെ ഇന്നോവേറ്റീവ് ആയിരുന്നു. അതായത് ഹൗ ടു കൺവേർട്ട് യുവർ പാഷൻ ഇൻ ടു പ്രൊഫഷൻ ആയിരുന്നു. നിങ്ങളുടെ പാഷനെ എങ്ങനെ ഒരു പ്രൊഫഷൻ ആക്കി മാറ്റാം എന്നുള്ളതാണ് ഞാൻ അവിടെ തീരുമാനിച്ചത്. അത് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് സ്വന്തം പാഷനെ പ്രൊഫഷൻ ആക്കുക വഴി കോടികൾ സമ്പാദിച്ച ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അവരുടെയൊക്കെ കേസ് സ്റ്റഡികളും ഉദാഹരണങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ ഡെവലപ്പ് ചെയ്ത് ഞാൻ പോയി ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഇത് ഞാൻ കൊറോണക്ക് മുമ്പാണ് ഞാൻ തുടങ്ങിയിട്ട് ഭയങ്കര വിജയമായി. ഒരുപാട് സ്ഥലത്ത് നിന്ന് എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയുള്ള ക്ഷണം വന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എനിക്ക് മലപ്പുറം നിലമ്പൂരിനടുത്ത് തുവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോളേജിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചു. ഓൾറെഡി ഞാൻ വേറൊരു സ്ഥലത്ത് ആ ക്ലാസ് എടുത്തതിന്റെ ഫീഡ്ബാക്ക് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് കിട്ടിയിട്ടാണ് എന്നെ അവിടുന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചത്, തുവൂരെ കോളേജിൽ നിന്ന് വിളിച്ചത്. ആ കോളേജിൽ ഞാൻ രാവിലെ പോയി ക്ലാസ് എടുത്തു. ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു, അവിടുന്ന് ഇറങ്ങാൻ പോകണം. ഒരു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്ലാസ് എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടുന്ന് ഇറങ്ങാൻ പോണ സമയത്ത് എനിക്ക് ഫുഡ് കഴിച്ചോണ്ട് കോള് വരികയാണ്. തൊട്ടപ്പുറത്ത് ഞാൻ ആ ക്ലാസ് എടുത്ത കോളേജിന്റെ അവിടുന്ന് ഒരു 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ വേറൊരു കുറച്ചൊരു വലിയൊരു കോളേജ് ഉണ്ട്. ആ കോളേജിലെ പ്രിൻസിപ്പൽ എന്നെ വിളിക്കുന്നത്. സാറ് തിരിച്ചു പോയില്ലല്ലോ? ഞാൻ തിരിച്ചു പോയില്ല, ഞാൻ പോകാൻ പോണേ ഉള്ളൂ. എങ്കിൽ സാർ ഇപ്പൊ പോരും, സാർ വൈകുന്നേരം പോവാ, സാർ ഞങ്ങളെ കോളേജിൽ ഒന്ന് വരണം, സെയിം ടോപ്പിക്കിൽ ഒരു ക്ലാസ് ഇവിടെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ സാറേ അത് നിന്നപ്പോ പെട്ടെന്ന് തന്നെ പറഞ്ഞു വെച്ചപ്പോൾ സാറേ ഒന്നുമില്ല, സാർ ഇപ്പൊ ക്ലാസ് എടുത്ത കോളേജിലെ കുട്ടികള് ഞങ്ങളുടെ കോളേജിലെ കുട്ടികളെ അറിയിച്ചിട്ട് ആ കോളേജിലെ കുട്ടികള് ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾ നിർബന്ധം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉച്ചയ്ക്ക് ശേഷം ആ സെയിം സെഷൻ അവർക്ക് കേൾക്കണം എന്ന് ആഗ്രഹം പറഞ്ഞിട്ട് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ സാറ് വരണം, ആ ക്ലാസ് ഇവിടെ എടുക്കണം എന്ന് നിർബന്ധം പറഞ്ഞു. അപ്പൊ ഞാൻ തീരുമാനിച്ചു, അതിന് പേയ്മെന്റും ഉണ്ട്. ഞാൻ തീരുമാനിച്ചത് എന്തായാലും നമ്മൾ വന്നില്ലേ, പോയി നോക്കാന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി സെയിം ടോപ്പിൽ ഞാൻ ക്ലാസ് എടുത്തു. അവിടുന്ന് മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് ഒരുപാട് സ്ഥലത്ത് നമുക്ക് വീണ്ടും വീണ്ടും ആ ടോപ്പിക്കിൽ ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം നമുക്ക് വരികയാണ്. വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് കൊറോണ ഒക്കെ വന്നത്. പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറോണ അങ്ങോട്ട് അവസാനിച്ചാണ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വീണ്ടും കോൾ വരികയാണ്. സാറേ നമ്മൾ അന്നത്തെ ടോപ്പിക് ഉണ്ടല്ലോ, അതിലൊരു ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ അതിലാണ്ട് ഫോക്കസ് ചെയ്ത് പോയി. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്റെ പാഷനെ പ്രൊഫഷൻ ആക്കിയ ആളാണ്. അങ്ങനെ ഞാൻ കാശ് ഉണ്ടാക്കിയ ആളാണ്. അതുകൊണ്ട് ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എന്താ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ പറയാം, എല്ലാവർക്കും പറയാൻ പറ്റിക്കോളന്നില്ല. കാരണം നിങ്ങൾ വേറെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സർക്കാർ ജോലിയിലോ മറ്റെവിടെയൊക്കെ ആയിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റിക്കോളന്നില്ല. പക്ഷെ നിങ്ങളത് ലൈഫിൽ നിങ്ങളെ ലൈഫ് കൊണ്ട് കാണിച്ച ഒരാളാണ് തീർച്ചയായിട്ടും ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ആരും കൈവെക്കാത്ത മേഖലകളിൽ വേണം നമ്മൾ കൈവെക്കാൻ. എല്ലാവരും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ദ റോഡ് നോട്ട് ടേക്കൻ എന്ന് പറയുന്ന ഒരു കവിത ഉണ്ടല്ലോ, അത് പറഞ്ഞ പോലെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അവിടെയാണ് ഈ ഇന്നോവേഷൻ വരേണ്ടത്. നമ്മൾ പുതിയ മേഖല നമ്മൾ കണ്ടെത്തണം. എങ്ങനെയാണ് ഇന്നോവേഷൻ കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മളത് കൃത്യമായി ചെയ്യണം. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഒരു പുതിയൊരു വിഷയം, പുതിയൊരു ടോപ്പിക്, അത് എങ്ങനെ ചെയ്യാൻ പറ്റും, എവിടെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. ഞാൻ 2 ആഴ്ച ഞാൻ ക്ലാസ്സിൽ പ്രൊഡക്ടിവിറ്റി ഹാക്സ് എന്ന് പറഞ്ഞ വിഷയങ്ങൾ അത്രയും ഒരാളിനെ വിളിച്ച് പറഞ്ഞ സംബന്ധിച്ചാൽ അത്രയും പ്രൊഡക്ടിവിറ്റി ഹാക്സ് ഒറ്റ ക്ലാസ്സിൽ പറഞ്ഞു കേട്ട സംഭവം വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഇന്നോവേറ്റ് ചെയ്യാണ്, നമ്മൾ റിസർച്ച് ചെയ്ത് നമ്മൾ ഫൈൻഡ് ചെയ്യാണ്. അപ്പൊ അതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. കേൾക്കുന്നവർക്കും അത് ഹാപ്പി ആയിരിക്കും, അവർക്ക് സന്തോഷം തോന്നും. പിന്നെ ഒബ്വിയസ്ലി നമുക്കും വളരെ ഹാപ്പി ആയിരിക്കും, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം എന്ന് വെച്ചാല് സാറേ, നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫൗണ്ടർ ആയിട്ടുള്ള അനുപംബിക സാർ വഴി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു ലൈവ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ മെഷീനെ കുറിച്ച്. ആ ഐഡിയ പ്രസന്റ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 95 crore ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു പ്രൊജക്ട് കിട്ടി. അതിന്റെ ഒരു എറണാകുളമായിട്ട് ബിൽഡിംഗ് ഉദ്ഘാടനം നടക്കുന്നുണ്ട് ഈ വരുന്ന മെയ് 10 നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനത്തിന് വരുന്നത്. അപ്പോ ഇതേപോലത്തെ വെറൈറ്റി പ്രൊഡക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ട്രെയിനിങ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാലോ എന്ന് കരുതിയിട്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. നിങ്ങൾ അതിന് വേണ്ട എന്താ ചെയ്തോളൂ. എന്നെ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കും, നമുക്ക് സംസാരിക്കാം. നമുക്ക് വിശദമായി സംസാരിച്ച് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട്. ഓക്കെ.
ഓക്കെ സർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സംശയം സർ ശരത്താണ്. ശരത് സാർ പറയൂ. സർ എന്റെ ഒരു ഡൗട്ട്, നമ്മള് സാർ ഇപ്പൊ കോളേജിൽ പോയി ക്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ സാർ, ഒരുപാട് ക്ലാസ്സസിന്റെ ബേസിക് എമൗണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജനറലി സാറിന്റെ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കുന്നു, ബട്ട് ജനറലി ഒരു കോളേജിൽ സാർ ഇനീഷ്യൽ സമയത്ത് പോകുമ്പോൾ ഇപ്പോഴത്തെ ഒരു വാല്യൂ ആയിട്ട് കണക്കാക്കി നോക്കുമ്പോൾ എത്ര എമൗണ്ട് കാരണം ചോദിക്കാൻ കാരണം, ഇന്നലെയും അത് ലാസ്റ്റ് 3 days ബുധൻ വ്യാഴം വെള്ളി ഞാൻ കണ്ടിന്യൂസ് 3 ദിവസം ഓരോ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയിക്കായിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ ഫ്രീ ഡെലിവറി എന്റെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ പോയതാണ്. ബട്ട് ജനറലി നമ്മുടെ കോളേജിൽ പോയിട്ട് 1 day സെഷൻ എടുക്കുമ്പോൾ വാട്ട് ഷുഡ് ബി അവർ റെമ്യൂണറേഷൻ? So that purely depends upon your experience and expertise. ഞാൻ പറഞ്ഞല്ലോ, അതായത് ആ ഒരു പ്രസ്തുത മേഖലയിൽ താങ്കൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ നിങ്ങൾ എത്രത്തോളം അതിന്റെ എക്സ്പേർട്ട് ആണ് എന്നതിനൊക്കെ വെച്ചിട്ടാണ് നമുക്ക് അതിന്റെ ഒരു പൈസ പറയാൻ പറ്റുക. പിന്നെ നിങ്ങളുടെ ആ ക്ലാസിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ. ഫോർ എക്സാമ്പിൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ മധുഭാസ്കരൻ സാറ് ഒരു സെഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു 2.5 മണിക്കൂർ സെഷൻ പുള്ളി എടുക്കുകയാണെങ്കിൽ പുള്ളി വാങ്ങുന്ന പൈസ 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയാണ് സാറ് വാങ്ങുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ക്ലാസിന്റെ ക്വാളിറ്റി അദ്ദേഹം അത് ഉറപ്പാണ്, നല്ല ക്ലാസ് ആയിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്ത 6 മാസത്തേക്കുള്ള ഡേറ്റുകളൊക്കെ ബ്ലോക്ക്ഡ് ആണ്. 6 മാസത്തേക്കുള്ള ഡേറ്റ് ഒക്കെ അദ്ദേഹത്തിന്റെ ബ്ലോക്ക്ഡ് ആണ്. നമുക്ക് എന്തുകൊണ്ടാണ് അന്ന് ഏപ്രിൽ 13 സാറിനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വിഷുവിന് തലേദിവസം ആയതുകൊണ്ടും സാറ് അതിന്റെ അടുത്ത ദിവസം ഒരു ഗൾഫ് ട്രിപ്പിന് പോവുകയാണ്. അപ്പൊ സാർ ആ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അത് കുറച്ച് സമയം മാത്രം പറഞ്ഞപ്പോഴാണ് കിട്ടിയത്. മാത്രമല്ല 6 മാസത്തെ ഡേറ്റ് ബുക്കാന്ന് മാത്രമല്ല, എല്ലാ ദിവസത്തെയും പൈസ ഫുൾ എമൗണ്ട് ഓൾറെഡി അഡ്വാൻസ്ഡ് വാങ്ങി വെച്ചിരിക്കുകയാണ്. അതായത് അടുത്ത 6 മാസം അദ്ദേഹം ക്ലാസ് എടുക്കാൻ പോണ ക്ലാസ്സുകളുടെ പൈസ ഇപ്പോഴേ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷേ താങ്കളോ ഞാനോ അങ്ങനെ ഡിമാൻഡ് ചെയ്താൽ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. പക്ഷെ നമുക്ക് എത്താൻ പറ്റും, ആ ലെവലിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. അപ്പൊ നമ്മൾ വി ഹാവ് ടു ബിൽഡ് ദാറ്റ് എക്സ്പെർട്ടൈസ്. അത് സ്ലോലി നടക്കുള്ളൂ. സാറ് ഒന്നുകൊണ്ടും അറിയണ്ട, യു ആർ എ വെരി ഗുഡ് ട്രെയിനർ. അപ്പൊ സാറ് ഗ്രാജുവലി ബിൽഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒന്നാമത് നമ്മുടെ ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ മാർക്കറ്റ് വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ കുറെ സ്ഥാപനങ്ങളിൽ പോയിട്ട് വെറുതെ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കേണ്ടൊക്കെ വരും. പക്ഷെ അതൊരു ലോങ് ടൈമിലേക്ക് ആവരുത്. നമ്മളൊരു 2 or 3 കോളേജിൽ പോയിട്ട് നമ്മൾ ഫ്രീ ആയി ക്ലാസ് എടുത്തു, അവിടുന്ന് ഒരു ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്തു, നല്ല ക്ലാസ് ആണ് ഒരു പേര് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് അവിടുന്ന് പിന്നെ വേറെ ആൾക്കാർ വിളിക്കില്ല നമ്മളോട്. വേറെ ആൾക്കാർ നമ്മൾ വിളിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എല്ലാ പ്രിൻസിപ്പളും പറയാറുണ്ട്, സാർ ഞാൻ സാറിന്റെ കോളേജിൽ വേണ്ടി ഞാൻ ക്ലാസ് എടുത്തു, അത് ഫ്രീ ആയിട്ട് തന്നു. സാർ ഒരാളോടും പറയരുത് എന്റെ ക്ലാസ് ഫ്രീ ആയതെന്ന് പറയരുത്. സാറ് പറയണം എനിക്ക് പൈസ എന്താണ് സാറ് ക്ലാസ് എടുത്തെന്ന് പറയാവുള്ളൂ എന്ന് പറയണം. മാത്രമല്ല ഞാൻ ഫ്രീ ആയി ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ സാർ എന്ത് ചെയ്യണം, മിനിമം ഒരു 3 കോളേജിലെങ്കിലും സാർ എനിക്ക് റെക്കമെൻഡേഷൻ ചെയ്യണം എന്ന് ഞാൻ പറയും. അപ്പൊ എന്ത് ചെയ്യും, അവര് വിളിച്ച് പറയും, ഒരാൾ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു, ഒന്ന് ശ്രമിച്ചു നോക്കുന്നു, വിളിച്ചു നോക്കുന്നവരും പൈസ അവർ ഇത്ര കൊടുക്കേണ്ടി വരും എന്ന് പറയും. അങ്ങനെ എന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമൊക്കെ ഫസ്റ്റ് കിട്ടിയ പൈസ എത്രയോ ഫ്രീ ക്ലാസ്സുകൾ വെറുതെ കഴിഞ്ഞ ശേഷം എനിക്ക് പിന്നെ കിട്ടിയ പൈസ 200 രൂപയായിരുന്നു. 200 രൂപയെന്ന് പിന്നെ ഇങ്ങനെ വന്ന് ഗ്രാജുവലി കയറി ഇന്ന് നമ്മൾ പറയുന്നതാണ് പൈസ എന്നുള്ള അവസ്ഥയ്ക്ക് എത്തി. ആദ്യമൊക്കെ അവർ പറഞ്ഞ പൈസ വാങ്ങിയിട്ട് പോക്കറ്റ് വാങ്ങിയിട്ട് പൂര ചെയ്യാറുള്ളത്. ഇന്നിപ്പോ നമ്മൾ എന്താണോ പറഞ്ഞത് അതാണ് നമ്മളെ പൈസ എന്ന അവസ്ഥയ്ക്ക് നമ്മൾ എത്തി. ദൈവം നമ്മളെ കൂടെ എത്തിച്ചു. അപ്പോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അപ്പോ 2013 തുടങ്ങിയ എന്റെ യാത്ര, 2013 ഞാൻ സീരിയസ് ആയിട്ട് ട്രെയിനിങ് ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങിയത്. ആ 2023-24 എത്തുന്ന സമയത്ത് അത് എനിക്ക് ഇത്രയും അമൗണ്ട് ഒരു വ്യത്യാസം വന്നെങ്കിൽ ഇറ്റ്സ് നോട്ട് ഹാപ്പൻഡ് സോ ഈസിലി. അത് വളരെ ഒരു അധികം കഷ്ടപ്പാടുകൾക്ക് ശേഷം വന്ന ഒരു സംഭവമാണ്. സോ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. പക്ഷെ അത് സാർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ കാത്തിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഓരോ ക്ലാസ്സിലും പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. കണ്ടന്റ് വ്യത്യസ്തമാവണം, വേറെ ആരും പറയാത്ത കാര്യങ്ങൾ പറയുക. എക്സാമ്പിൾസ് ആയിക്കോട്ടെ, സ്റ്റോറീസ് ആയിക്കോട്ടെ, കേസ് സ്റ്റഡീസ് ആയിക്കോട്ടെ, തമാശകളായിക്കോട്ടെ, ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ. ഇത് അന്ന് ആ സാറ് വന്നപ്പോൾ ആ സാറ് കാണിച്ച സെയിം ആക്ടിവിറ്റി, അല്ലെങ്കിൽ ആ സാറാ പറഞ്ഞിട്ട് പറഞ്ഞ തമാശ ഞാൻ വാട്സാപ്പിൽ വായിച്ച തമാശ എന്നൊന്നും തോന്നരുത്. ഇത് സംഭവം പുതിയ സംഭവമുള്ള, അത് എവിടെ കിട്ടിയത്, ആ ഒരു പുതുമ ഉണ്ടല്ലോ, ആ പുതുമ കൊണ്ടുവന്നതിന് സംഭവം വിജയിക്കും. അപ്പൊ ഗ്രാജുവലി അഭിപ്രായം അങ്ങനെ പറഞ്ഞു പുറപ്പെട്ടു പോകും. പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയ പരമാവധി ഉപയോഗിക്കുക, യൂട്യൂബും ഫേസ്ബുക്കും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ സ്വയം ഒരു കരിയർ കൗൺസിലർ ആയിട്ടും പിന്നെ ഒരു യൂട്യൂബർ ആയിട്ടും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ സ്വയം ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നമ്മുടെ ഷാരിഖ് സംസുദ്ദീനും പിന്നെ നമ്മുടെ എന്താണ് അശ്വിൻ ഗോപാലകൃഷ്ണൻ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അവരൊക്കെ എങ്ങനെയാണ് അത് പോപ്പുലർ ആയത്? അവർ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ ഒന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ പോപ്പുലർ ആയത്. അതുപോലെ ഇപ്പൊ ഒരാളുണ്ടല്ലോ, എന്താ അയാളുടെ പേര്, അനിൽ ബാലചന്ദ്രൻ.
ബിസിനസിനെ പറ്റിയിട്ട് എല്ലാം പഠിച്ച ആളാണ്, ഭയങ്കര സംഭവം ക്ലാസ്സിൽ ഉണ്ട്. പക്ഷെ അദ്ദേഹം The സെയിൽസുമായി kingmaker. ചെയ്യാൻ തുടങ്ങി. അതിനാണ് അദ്ദേഹം പോപ്പുലർ ആയത്. അപ്പൊ അങ്ങനെ നമുക്ക് എക്സ്പെർട്ടൈസ് ഉള്ള മേഖല എന്താണോ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരം വീഡിയോ ചെയ്യുക. ആരെങ്കിലും കാണാതിരിക്കുക, എന്ത് വേണം ചെയ്തിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കടമ നമ്മൾ ചെയ്യുക. ഡെയിലി ഒരു വീഡിയോ ഇടാൻ പറ്റുന്ന വീഡിയോ ഇടുക. അത് കാണും. കുറെ കഴിയുമ്പോൾ നമ്മൾ ഗാന്ധിജിന്റെ പോളിസി എടുത്തത്, ഗാന്ധിജി പറഞ്ഞൊരു പോളിസി ഉണ്ട്. എന്താണ്? ആദ്യം അവർ നിങ്ങളെ പുച്ഛിക്കും, പിന്നെ അവർ നിങ്ങളെ ആക്രമിക്കും, പിന്നെ അവർ നിങ്ങളെ എന്താണ് അടിച്ചമർത്തുന്നത് പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ആയിരിക്കും അവർ നിങ്ങളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞ പോലെ ആദ്യം ഈ പുച്ഛവും അവഗണനയും എല്ലാം ഉണ്ടാവും. ഒക്കെ നമ്മൾ അതിജീവിക്കണം. ഒക്കെ കഴിഞ്ഞു വന്നാൽ നമ്മളെ തീർച്ചയായിട്ടും നമ്മൾക്കൊരു നല്ല സമയം വരുന്നതിന് ഉറച്ചു നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഉറപ്പാണ്. സാറ് ശരത് സാറ് തീരുമാനിക്കേണ്ടത്, സാറ് ഒരു സ്വയം ഒരു അമൗണ്ട് ആണ് ഇടേണ്ടത്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ വർഷം വരെ ഞാൻ വാങ്ങിയത് 12,000 പ്ലസ് ഇതായിരുന്നു, TADA ആയിരുന്നു ഒരു ഫുൾ ഡേ സെഷന്. ഇന്ന് ഞാൻ ഒരു ഫുൾ ഡേ സെഷന് 15,000 പ്ലസ് TADA ഞാൻ വാങ്ങുന്നുണ്ട്. അത് ചിലപ്പോൾ ഞാൻ അടുത്ത വർഷം ഞാൻ 18 20 ഒക്കെ ആക്കിന്ന് വരും. പക്ഷെ അത് വെറുതെ സംഭവിക്കില്ല. വെറുതെ ഞാൻ ഇതിനെ വില കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റൂല. എന്റെ ആ ഒരു മൂല്യം ഞാൻ സ്വയം കൂട്ടണം. എനിക്ക് ഇയാളുടെ ക്ലാസ് നന്നായിരിക്കുന്ന ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. എന്നാൽ മാത്രമേ തീർച്ചയായിട്ടും അത് റിസൾട്ട് ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുള്ളത്? ഓക്കെ, ഇനി ആർക്കും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, ചോദിക്കാനൊന്നുമില്ലാന്ന് തോന്നുന്നു. നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാർ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. നിങ്ങളുടെ ക്ലാസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. സർ ആരും പറയുന്നില്ലെങ്കിൽ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞോളൂ. ശരത്താണ്. ഞാൻ കഴിഞ്ഞ ഒരു 1 ഇയർ കൊണ്ട് ഏതാണ്ട് ഒരു 25ഓളം അല്ലെങ്കിൽ 30ഓളം കോഴ്സസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. അതിന്റെ ഒരുപാട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വലിയ ഹൈ പെയ്ഡും ഒരു 50,000 അടുത്ത് പേയ്മെന്റ് ഉള്ളതും 40,000 പേയ്മെന്റ് എല്ലാം പല ടൈപ്പ് കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഫ്രീ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ നജീബുദ്ദീൻ സർ ഈ കോഴ്സ് ഞാനിപ്പോ പറയാൻ കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്കാണ് നമ്മുടെ ഈ സെഷന്റെ ലാസ്റ്റ് വീക്കാണ്. അപ്പോ നജീബുദ്ദീൻ സർ ഇനീഷ്യലി ഈ കോഴ്സിനെ കുറിച്ച് ഇപ്പൊ 25 വീക്സിന്റെ കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നജീബുദ്ദീൻ സർ പറഞ്ഞൊരു എമൗണ്ട് വളരെ ഫീബിൾ ഒരു എമൗണ്ട് ആണ്. വളരെ ഫീബിൾ മീൻസ് വളരെ ഫീബിൾ. അപ്പൊ ഞാൻ അന്ന് ആലോചിച്ചൊരു കാര്യം, ഒരു 50-20 സാറ് 40 രൂപയ്ക്ക് ഒരു ക്ലാസ് നടത്തുകയാണ്. സാറിന്റെ ലൈവ് സാറ് വന്ന് ഇരുന്ന് നടത്തുന്ന ഒരു ക്ലാസ്, അതായത് ഞാൻ റെക്കോർഡഡ് ക്ലാസ്സിന് 200 രൂപ 300 രൂപ പെർ ക്ലാസ് കൊടുത്ത ഒരാളാണ് ഞാൻ. സാറ് ലൈവായിട്ട് ഇപ്പൊ നോമ്പ് സമയമായിട്ട് പോലും സാറ് വന്നിരുന്ന് ആ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാനായിട്ടൊക്കെ സാർ കാണിച്ചേക്കുന്ന ഒരു ഡെഡിക്കേഷൻ, ഇറ്റ് ഈസ് 100% കമൻഡബിൾ. കമൻഡബിൾ എന്ന് പറഞ്ഞാൽ പോരാ, സാറിന്റെ ആ എഫേർട്ടിനെ ഐ വാല്യൂ. അപ്പൊ അതുകൊണ്ട് സാറിന് ഒരുപാട് നന്ദി. അതുപോലെ സാറ് കൊണ്ടുവന്ന റിസോഴ്സ് പേഴ്സൺസ്, സാറ് കൊണ്ടുവന്ന റിസോഴ്സ് പേഴ്സൺ 2 ദിവസം മുന്നേ ഒരു മെന്റലിസ്റ്റ് സാറിനെ കൊണ്ടുവന്നു, പേര് ഷമീർ എന്താണ് പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന്റെ ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, ഒരു ന്യൂസ് പേപ്പർ ട്രിക്ക്. ഞാൻ കഴിഞ്ഞ 3 ദിവസവും കോളേജിൽ ട്രൈ ചെയ്തൊരു സാധനമാണ്. കാരണം നമുക്ക് കിട്ടിയ വലിയൊരു ഐഡിയ ആണ് അത്. അപ്പൊ അത് നമുക്ക് കുട്ടികളെ, അതായത് ഞാൻ സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊക്കെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിലുള്ള സാധനമാണ്, വളരെ സിമ്പിൾ ആണ്, ഒരു കോസ്റ്റും ഇല്ല അതിനകത്ത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ പറയാണ്, നജീബുദ്ദീൻ സർ താങ്ക് യു വെരി മച്ച്, യുവർ എഫേർട്ട് ഈസ് കമൻഡബിൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശരത് സാർ ഫോർ ഇൻസ്പയറിംഗ് വേർഡ്സ്. ഇനി ആർക്കെങ്കിലും ഒരാൾക്കും കൂടി സംസാരിക്കാനുള്ള അവസരമുണ്ട്, സംസാരിച്ചിട്ട് പോവാം. ഞാൻ നോമ്പ് തുറന്നിട്ടേ ഉള്ളൂ, ഫുഡ് കഴിച്ചിട്ടില്ല. ഒരാളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, അഭിപ്രായം പറഞ്ഞാൽ സന്തോഷം. സാറേ ഞാൻ മനോജാണ്, കണ്ണൂർ ജില്ലയിൽ നിന്ന്. സാർ പറയൂ സാർ. യാത്രയിലായതുകൊണ്ട് സാർ ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഇപ്പോ ശരത് സാർ പറഞ്ഞ പോലെ എനക്കും അതേ വാക്കുകൾ സാർ എനക്കും പറയാനുള്ളൂ. ഞാൻ ആദ്യമേ സാറിനോടും ഗ്രൂപ്പിലും ഞാൻ നിരന്തരം പറയുന്ന ഒരു സംഗതിയാണ്. കാരണം നമുക്ക് ഈ 25 അവേഴ്സ് കിട്ടിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനെ വിലമതിക്കാൻ പറ്റാത്തതാണ്. അതും വളരെ ചുരുങ്ങിയ ചെലവിൽ. സാറ് ഇതിന്റെ എല്ലാ മേഖലകളെ പറ്റിയിട്ടും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ മേഖലകളുണ്ടോ അതൊക്കെ നമുക്ക് വളരെ വിശദമായി പറഞ്ഞു തന്നു. മധു ഭാസ്കര സാറ് പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിന് 1 ലക്ഷം രൂപ വാങ്ങുന്ന ഒരു ക്ലാസ്സിൽ നമുക്ക് ഇരിക്കാൻ അവസരം തന്നു, അതും തുച്ഛമായ ഒരു 250 രൂപക്ക്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു കോൺവെക്കേഷൻ അവസരം തന്നു, തികച്ചും റിയലി ഗ്രേറ്റ്. അത് പറയാൻ വാക്കുകളില്ല സാർ. ഈ അവസരത്തിൽ അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക്സ്. താങ്ക് യു. ഷാജൻ സാർ പറയൂ സാർ. സാറിന്റെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ്.
പല ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇതുപോലെ ഇത്രയും നമ്മളിലുള്ള ആ ബിസിനസ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ ആ ബിസിനസിന്റെ ടെക്നിക്സ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. താങ്ക്സ് എ ലോട്ട്. സാറിന്റെ നാക്ക് പൊന്നായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. സാർ നമ്മുടെ പ്രോഗ്രാമിന് വരണം, ഏപ്രിൽ 13 പ്രോഗ്രാമിന് വരണം. ഞാൻ സാറിനെ കുറെ വിളിച്ചു, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് സാറിനെ ലൈനിൽ കിട്ടിയില്ല. ഞാൻ വന്നോളാം. അതിന് ഇത് തന്നെ അതിന്റെ ബാക്കിയുള്ള ഫോർമാലിറ്റീസ് ചെയ്തോളാം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു. അപ്പോ എല്ലാവർക്കും സന്തോഷം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അപ്പോ അടുത്ത ആഴ്ച നമ്മുടെ കൺക്ലൂഡിംഗ് സെഷൻ ആണ്. അടുത്ത ആഴ്ച ഒരു ഫോർമൽ ആയിട്ട് ഒരു ക്ലാസ് ഉണ്ടാവില്ല. നമ്മുടെ ഒരു കൊട്ടിക്കലാശമായിരിക്കും അടുത്ത ഫ്രൈഡേ. അതായത് തൊട്ടടുത്ത ദിവസം നമ്മുടെ പ്രോഗ്രാം ആണെങ്കിൽ തലേദിവസം രാത്രി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒത്തുകൂടുന്നുണ്ട്, ജസ്റ്റ് ഒരു കൊട്ടിക്കലാശം എന്ന രീതിയിൽ. അപ്പോ താങ്ക് യു. അന്ന് എല്ലാവരും കുറച്ചും കൂടി നിങ്ങളുടെ ഒരു നല്ലൊരു നിങ്ങളുടെ ഒരു ഈ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും പങ്കെടുത്ത എല്ലാവരും നിങ്ങളുടെ കുറച്ചും കൂടി ഒരു ഓപ്പൺ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ വളരെ സന്തോഷം. എനിവേ, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ബൈ. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു.